ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് ഹിറ്റ് ലിസ്റ്റ് ആണ്. കീ ടോപ്പിക്സ് യു മസ്റ്റ് റിവൈസ് ഫ്രം ദ ഏരിയ സെമി കണ്ടക്ടർ ഫിസിക്സ്. ഇത് മൊഡ്യൂൾ 2-ലാണ് വരുന്നത്. നമുക്കറിയാം HSA ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമിനേഷൻ നാളെയാണ്. നാളെ രാവിലെ 7:15 നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓൾമോസ്റ്റ് നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസൊക്കെ നമ്മുടെ ഗ്രൂപ്പ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. മോസ്റ്റ്ലി MCQ സീരീസ് ആണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന റെക്കമെൻഡഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് ടു എവ്രി വൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നിന്ന് ഒട്ടനവധി ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് മിസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്, ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആണ് സെമി കണ്ടക്ടർ ഫിസിക്സിലുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരുന്നത് എന്താണ്, ഡയോഡ്സ് മുതൽ തുടങ്ങുമ്പോൾ ഈ സെമി കണ്ടക്ടർ എന്താണ്, എങ്ങനെയാണ് സെമി കണ്ടക്ടേഴ്സ് ഫോം ചെയ്യുന്നത്, പിന്നെ നമുക്ക് PN ജംഗ്ഷൻ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് തുടങ്ങിയ ഏരിയാസൊക്കെയാണ് നമ്മൾക്ക് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഓക്കെ, ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ലാത്ത ഏരിയ ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ യു ആർ വെരി വെൽക്കം ടു മൈ ചാനൽ. മൈ ചാനൽ ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസ്. പക്ഷേ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നിന്നാണ്. HSA ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമിനേഷൻ ആണ് നാളെ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓൾമോസ്റ്റ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്രോളം പോർഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റെക്കമെൻഡഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യാവുന്നതിന് അത്രയും എൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നാളത്തെ എക്സാം നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നല്ല രീതിയിൽ ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. അപ്പോൾ നമുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത സിലബസിൻ്റെ ഏരിയാസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സ് മൊഡ്യൂൾ 2-ലെ സെമി കണ്ടക്ടർ ഫിസിക്സിലെ ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സ്, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആണ്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസ് ഒക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മൊഡ്യൂൾ 8 കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 7 ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതെല്ലാം ഞാൻ മാർക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത മൊഡ്യൂൾ 8 കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 7 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മൊഡ്യൂൾ 6-ലെ നമ്മൾക്ക് കുറച്ച് ഏരിയാസ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മൊഡ്യൂൾ 5 ഉണ്ട്, മൊഡ്യൂൾ 4 ഉണ്ട്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. ഓക്കെ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഇത്രയൊക്കെ ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടും താമസിക്കാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനെല്ലാം എൻ്റെ കൂടെ ഒത്തിരിയധികം സഹായിച്ച നിങ്ങൾ ഓരോ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് കേട്ടോ. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനും ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനും ഇത് ശരിക്കും ഇതിങ്ങനെ പിന്നെയും ഈ വീഡിയോസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നിന്നുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. A semiconductor with equal number of electrons and holes is known as. ഒരു സെമി കണ്ടക്ടറിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഹോൾസും ഉണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് സെമി കണ്ടക്ടർ ആണെന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഇൻട്രൻസിക് സെമി കണ്ടക്ടർ, ഓപ്ഷൻ ബി എക്സ്ട്രൻസിക് സെമി കണ്ടക്ടർ, ഓപ്ഷൻ സി ഡോപ്ഡ് സെമി കണ്ടക്ടർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നമുക്കറിയാം സെമി കണ്ടക്ടറിനകത്ത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ നമ്പർ ഓഫ് ഹോൾസും ഉണ്ടെങ്കിൽ അതിനകത്ത് വേറെ ഡോപ്പിംഗ് ഒന്നും നടന്നിട്ടില്ല. വിച്ച് ക്യാൻ ബി കോൾഡ് ആസ് ഇൻട്രൻസിക് സെമി കണ്ടക്ടർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആൻ ഇൻട്രൻസിക് സെമികണ്ടക്ടർ ഈസ് എ പ്യുവർ സെമികണ്ടക്ടർ വിത്ത് നോ ഡോപ്പിംഗ്. സോ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രൻസിക് സെമികണ്ടക്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെറ്റീരിയൽ ഫോർ മേക്കിംഗ് സെമികണ്ടക്ടർ ഡിവൈസ്. സെമി കണ്ടക്ടർ ഡിവൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്, ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ എ കോപ്പർ, ഓപ്ഷൻ ബി സിൽവർ, ഓപ്ഷൻ സി സിലിക്കൺ, ഓപ്ഷൻ ഡി അയൺ. അപ്പോൾ ഇത് നമ്മൾ മെറ്റീരിയൽ ഏതാണെന്നാണ് ചോദ്യം. ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ? സിലിക്കൺ ആണ് കറക്റ്റ് ആൻസർ. അതായത് 14th ഗ്രൂപ്പിൽ വരുന്ന കാർബണിന് ശേഷം വരുന്ന സിലിക്കണും അതുപോലെ തന്നെ ജെർമേനിയുമാണ് നമ്മൾ സെമി കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടക്ടിവിറ്റി, അത് കണ്ടക്ടറിൻ്റെയും ഇൻസുലേറ്ററിൻ്റെയും ഇടയ്ക്കാണ് ഇവരുടെ ഒരു കണ്ടക്ടിവിറ്റി പവർ ഉള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷൻസ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ആക്ട് ആസ് കണ്ടക്ടർ ആയിട്ട് തന്നെ അവർ ആക്ട് ചെയ്യും. എക്സ്പ്ലനേഷൻ, സിലിക്കൺ ഈസ് പ്രിഫേർഡ് ഡ്യൂ ടു ഇറ്റ്സ് അബണ്ടൻസ്, മോഡറേറ്റ് ബാൻഡ് ഗ്യാപ്പ് ആൻഡ് ഗുഡ് തെർമൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ബാൻഡ് ഗ്യാപ്പ് മോഡറേറ്റ് ആണ്, അബണ്ടൻ്റ് ആണ്, തെർമൽ സ്റ്റെബിലിറ്റി ഉണ്ട്. അതൊക്കെ കൊണ്ടാണ് നമ്മൾ സിലിക്കൺ കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റി ടു എ പ്യുവർ സെമി കണ്ടക്ടർ. ഒരു പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റി ആഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ അന്നീലിംഗ്, ഓപ്ഷൻ ബി ഹാർഡനിങ്, ഓപ്ഷൻ സി ഡോപ്പിംഗ്, ഓപ്ഷൻ ഡി സോൾഡറിങ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡോപ്പിംഗ് ആണ്.
ഡോപ്പിംഗ് ഇൻട്രൊഡ്യൂസസ് ഇമ്പ്യൂരിറ്റീസ് ടു ഇൻക്രീസ് കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നതിന് ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡോപ്പിംഗ് വഴി ഉണ്ടാക്കുന്ന സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അർദ്ധചാലകങ്ങൾ. അർദ്ധചാലകങ്ങളെ അപദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ചാലകത വർദ്ധിപ്പിക്കുമ്പോൾ ലഭിക്കുന്നതിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് അർദ്ധചാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചാലകത വർദ്ധിപ്പിക്കാൻ അനുയോജ്യമായ അപദ്രവ്യങ്ങൾ ചേർക്കുന്ന പ്രവർത്തനത്തെയാണ് ഡോപ്പിംഗ് എന്നും അപദ്രവ്യ ആറ്റങ്ങളെ ഡോപ്പന്റുകൾ എന്നും പറയുന്നു. ഓക്കെ, ഡോപ്പിംഗ് സാധ്യമാകുന്നത് അർദ്ധചാലക ആറ്റങ്ങളുടെ വലുപ്പവും അപദ്രവ്യങ്ങളുടെ ആറ്റങ്ങളുടെ വലുപ്പവും ഏകദേശം സമാനമാകുമ്പോഴാണ്. അപ്പോൾ അർദ്ധചാലക ആറ്റങ്ങളുടെ വലുപ്പവും അപദ്രവ്യങ്ങളുടെ ആറ്റങ്ങളുടെ വലുപ്പവും ഏകദേശം സമാനമാകുമ്പോഴാണ് നമുക്ക് ഡോപ്പിംഗ് സാധ്യമാവുന്നത്. ഡോപ്പിംഗ് നമുക്ക് 2 തരത്തിലുണ്ട്. പഞ്ചസംയോജക അപദ്രവ്യങ്ങളായ പെൻറ്റാവാലന്റ് ആർസനിക്, ആന്റിമണി, ഫോസ്ഫറസ് തുടങ്ങിയവ വെച്ചിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ട്രൈവാലന്റ് അപദ്രവ്യങ്ങളായ ഇൻഡിയം, ബോറോൺ, അലുമിനിയം തുടങ്ങിയത് വെച്ചിട്ട് ഡോപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് 2 ടൈപ്പ് സെമി കണ്ടക്ടറാണ് കിട്ടുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും. ഓക്കെ, അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനകത്ത് കൂടുതലുള്ളത് ഇലക്ട്രോൺസ് ആയിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഡോപ്പൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ 15ാമത്തെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സാണ്. 15ാമത്തെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണ്? ആർസനിക്, ആന്റിമണി, ഫോസ്ഫറസ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പഞ്ചസംയോജക അപദ്രവ്യങ്ങൾ. ഓക്കെ, ഇനി നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. പി ടൈപ്പ് സെമി കണ്ടക്ടറിനാണെങ്കിൽ ഹോൾസ് ആയിരിക്കും അവിടുത്തെ ചാലകത്തിന് കാരണമായിട്ടുള്ളത്. അവിടെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ ഡോപ്പ് ചെയ്യുന്നത്? ത്രിസംയോജക അപദ്രവ്യങ്ങളായിട്ടുള്ള ട്രൈവാലന്റ് ആറ്റംസ് ആയിട്ടുള്ള ഇൻഡിയം, ബോറോൺ, അലുമിനിയം തുടങ്ങിയ വെച്ചിട്ടായിരിക്കും ഡോപ്പ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോവാം. ഓക്കെ, 4ാമത്തെ ചോദ്യം. ഡോപ്പിംഗ് സിലിക്കൺ വിത്ത് ഫോസ്ഫറസ് ക്രിയേറ്റ്സ്. സിലിക്കണെ നമ്മൾ ഫോസ്ഫറസ് വെച്ചിട്ട് ഡോപ്പ് ചെയ്യുവാണെങ്കിൽ, ഫോസ്ഫറസ് എന്ന് പറയുന്ന ഏത് ഗ്രൂപ്പിലുള്ള മെമ്പറാണെന്ന് ആദ്യം നോക്കണം. 15ാമത്തെ ഗ്രൂപ്പ്, 15th ഗ്രൂപ്പിലുള്ളതാണ്. 15th ഗ്രൂപ്പിലുള്ള ബാക്കി മെമ്പേഴ്സ് ഇതൊക്കെയാണ്: നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, ബിസ്മത്ത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 15th ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ്. അപ്പോൾ ഡോപ്പിംഗ് സിലിക്കൺ വിത്ത് 15th ഗ്രൂപ്പ് മെമ്പേഴ്സുമായിട്ട് ഡോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണോ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണോ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ കിട്ടുക? 15th ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും കിട്ടുന്നത്. ഫോസ്ഫറസ് ഹാസ് 5 വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് സിലിക്കണിനകത്താണെങ്കിൽ അവിടെ ആകെ എത്ര വാലൻസ് ഇലക്ട്രോൺ ആണുള്ളത്? 4 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഈ 4 വാലൻസ് ഇലക്ട്രോൺസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഡോപ്പൻ്റ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും അവിടെ. ഈ ഇലക്ട്രോൺ ആയിരിക്കും നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലെ ചാലകത്തിന് കാരണം. കണ്ടക്ടിവിറ്റിക്ക് റീസൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ, ഫോസ്ഫറസ് ഹാസ് 5 വാലൻസ് ഇലക്ട്രോൺ, സോ ഇറ്റ് ആഡ്സ് ഫ്രീ ഇലക്ട്രോൺ. ഒരു ഫ്രീ ഇലക്ട്രോൺ ആഡ് ചെയ്യും. ഈ ഫ്രീ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് എന്ത് സംഭവിക്കും? അവിടെ കണ്ടക്ഷൻ പോസിബിൾ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, പി എൻ ജംഗ്ഷൻ ഡയോഡ് കറണ്ട് ഫ്ലോസ് വെൻ. പി എൻ ജംഗ്ഷൻ ഡയോഡിലേക്ക് വരുന്നു. ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ എ ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ്, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്ഡ്, ഓപ്ഷൻ സി ഇറ്റ് ഈസ് അൺബയസ്ഡ്, ഓപ്ഷൻ ഡി ദ പി സൈഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ്. അപ്പോൾ ഇവിടെ പി എൻ ജംഗ്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കുമ്പോഴാണ് ഇറ്റ് ഈസ് ഫോർവേഡ് ബയസ്ഡ്. ഫോർവേഡ് ബയസ് റെഡ്യൂസസ് ബാരിയർ പൊട്ടൻഷ്യൽ ആൻഡ് അലൗസ് കറണ്ട് ഫ്ലോ. ഇനി എന്താണ് ഈ ഫോർവേഡ് ബയസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഫോർവേഡ് ബയസ് നോക്കുന്നതിന് മുമ്പ് എന്താണ് പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ എങ്ങനെ രൂപീകരിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങി മിക്ക അർദ്ധചാലക ഉപകരണങ്ങളുടെയും അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ഡയോഡ്, ട്രാൻസിസ്റ്റർ തുടങ്ങിയ എല്ലാ സെമി കണ്ടക്ടർ ഉപകരണങ്ങളുടെയും അടിസ്ഥാന യൂണിറ്റ് ആണ് പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പി ടൈപ്പ് സിലിക്കൺ അർദ്ധചാലക പാളിയോട് വളരെ കുറഞ്ഞ അളവിൽ ഒരു പെൻറ്റാവാലന്റ് അപദ്രവ്യം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എൻ സിലിക്കൺ ആയിട്ട് മാറുന്നു. അതായത് നമുക്കറിയാം ഇവിടെ നമുക്ക് ഇപ്പോൾ പി എൻ ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഹോൾസ്, അതായത് നമ്മുടെ പി ടൈപ്പ് സിലിക്കണും ഉണ്ട്, എൻ ടൈപ്പ് സിലിക്കണും ഉണ്ട്. അപ്പോൾ പി ടൈപ്പ് സിലിക്കൺ അർദ്ധചാലക പാളിയോട് വളരെ കുറഞ്ഞ അളവിൽ ഒരു പെൻറ്റാവാലന്റ് അപദ്രവ്യം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എൻ ടൈപ്പ് സിലിക്കൺ ആയിട്ട് മാറുന്നു. ഇങ്ങനെ കിട്ടുന്ന അർദ്ധചാലകത്തിൽ ഒരു പി ഭാഗവും ഒരു എൻ ഭാഗവും അതുവഴി അവയ്ക്കിടയിൽ ലോഹ സ്വഭാവമുള്ള സന്ധിയും ഉണ്ടാവും. അതായത് നമുക്ക് ഫിഗർ വരച്ച് കാണിച്ചാൽ ഇതായിരിക്കും നമ്മുടെ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പി ടൈപ്പ് ഏരിയ ഉണ്ട്, ഇവിടെ ഒരു എൻ ടൈപ്പ് സിലിക്കൺ ഉണ്ട്. ഓക്കെ, ഇത് പി ടൈപ്പ് സിലിക്കണും ഇത് എൻ ടൈപ്പ് സിലിക്കണും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഡോപ്പിംഗ് നടത്തി കഴിയുമ്പോഴേക്കും ഒരു അർദ്ധചാലകം ഫോം ചെയ്യുമല്ലോ. ഈ അർദ്ധചാലകത്തിന്റെ ഒരു പി ഭാഗവും ഒരു എൻ ഭാഗവും, അതായത് നമ്മുടെ ഈ ഭാഗം പി ഭാഗം, ഇവിടെ നമുക്ക് എൻ ഭാഗവും, അതുവഴി അവയ്ക്കിടയിൽ ലോഹ സ്വഭാവമുള്ള,
അത് ലോഹ സ്വഭാവമുള്ളതെന്ന് വെച്ചാൽ പിന്റെ സൈഡിൽ നമുക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസും അതുപോലെ തന്നെ എന്നിന്റെ സൈഡിൽ നമുക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസും വന്നിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. ആ ഒരു ഏരിയനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പോസിറ്റീവ് പി ടൈപ്പിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഇലക്ട്രോൺസ് വന്ന് നിൽക്കും. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ എൻ ടൈപ്പിന്റെ അടുത്ത് നമ്മൾക്ക് പോസിറ്റീവ് ചാർജ്ഡ് സ്പീഷീസും വന്ന് നമുക്ക് ഈ ഒരു ഏരിയ കിട്ടും. ഈ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു മെറ്റലർജിക്കൽ ജംഗ്ഷനാണ് ഇത്. നമുക്കൊരു ലോഹ സ്വഭാവമുള്ള ജംഗ്ഷനാണ് കേട്ടോ, ഈ പിന്റെ എന്നിന്റെ ഇടയ്ക്കുള്ള പി എൻ ജംഗ്ഷൻ ഫോർമേഷൻ. ഓക്കെ, ഒരു എൻ ടൈപ്പ് അർദ്ധചാലകത്തിൽ ഇലക്ട്രോണുകളുടെ ഗാഢത ഹോളുകളുടെ ഗാഢതയേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുതലുള്ളത് റാദർ ദാൻ ഹോൾസ്. അപ്പം നമുക്കിവിടെ എൻ ടൈപ്പിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഒരു ചാർജ് എന്ന് പറയുന്ന പോസിറ്റീവ് ചാർജാണ് കേട്ടോ, ഇത് പോസിറ്റീവ് ചാർജാണ്. അപ്പം ശരിക്കും നമ്മുടെ എൻ ടൈപ്പ് അർദ്ധചാലകത്തിൽ ഇലക്ട്രോണുകളുടെ ഗാഢതയാണ് ഹോളുകളുടെ ഗാഢതയേക്കാൾ വളരെ കൂടുതൽ. ഇതിന് വിപരീതമാണ് പി ടൈപ്പ് അർദ്ധചാലകത്തിൽ. അപ്പോൾ പി ടൈപ്പ് അർദ്ധചാലകത്തിൽ ഹോൾസിന്റെ ഗാഢത കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഇലക്ട്രോൺസിന്റെ ഗാഢത. ഇലക്ട്രോൺസിന്റെ ഗാഢതയെക്കാട്ടിലും ഹോൾസുകളുടെ ഗാഢത കൂടുതലായിരിക്കും. ഒരു പി എൻ സന്ധി രൂപീകരണ വേളയിൽ ഈ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമല്ലോ, ആ സമയത്ത് പി ഭാഗത്തെയും എൻ ഭാഗത്തെയും ഗാഢത വ്യതിയാനം കാരണം പി ഭാഗത്ത് നിന്ന് എൻ ഭാഗത്തേക്ക് ഹോളുകളുടെ ഡിഫ്യൂഷനും എൻ ഭാഗത്ത് നിന്ന് പി ഭാഗത്തേക്ക് ഇലക്ട്രോണുകളുടെ ഡിഫ്യൂഷനും നടക്കും. അതായത് ഇൻ ബിറ്റ്വീൻ ഇതിൻ്റെ ഇടയ്ക്ക് ഹോളുകൾ ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യും, ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും. ഇത് ഇലക്ട്രോൺസിന്റെ ഡിഫ്യൂഷൻ, ഇത് ഹോൾസിന്റെ ഡിഫ്യൂഷൻ. ഓക്കെ, ചാർജ് വാഹകരുടെ ഈ ചലനം സന്ധിയിൽ ഒരു ഡിഫ്യൂഷൻ കറണ്ടിന് കാരണമാവും. അപ്പോൾ ഇങ്ങനെ ഒരു ചലനം ഉണ്ടാകുന്നത് കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കും? ഒരു ഡിഫ്യൂഷൻ കറണ്ട് ഫോം ചെയ്യും. ഇവിടെ ഒരു ഡിഫ്യൂഷൻ കറണ്ട് ഫോം ചെയ്യും. ഈ ഒരു ഇലക്ട്രോൺ എൻ ഭാഗത്ത് നിന്ന് പി ഭാഗത്തേക്ക് ഡിഫ്യൂഷൻ ചെയ്യുന്നതോടൊപ്പം ഒരു അയോണീകരിക്കപ്പെട്ട ഡോണർ ആറ്റം എൻ ഭാഗത്ത് നിന്ന് രൂപം കൊള്ളുന്നു. അപ്പം നമുക്കറിയാം ഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺസ് ഇല്ല. ആക്ച്വലി ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു വേക്കൻറ്റ് സൈറ്റിനെയാണ് നമ്മൾ ഹോൾസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ഇലക്ട്രോൺ എൻ ഭാഗത്ത് നിന്ന് പി ഭാഗത്തേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ എൻ ഭാഗത്ത് നിന്ന് പി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു അയോണീകരിക്കപ്പെട്ട ഡോണർ ആറ്റം, അതാണ് നമ്മൾ ഈ ഹോൾസ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ അയോണീകരിക്കപ്പെട്ട ഡോണർ ആറ്റം എന്ത് സംഭവിക്കും? എൻ ഭാഗത്ത് രൂപം കൊള്ളുന്നു. ഇവിടെ നമുക്ക് അയോണീകരിക്കപ്പെട്ട ഡോണർ ആറ്റം എൻ ഭാഗത്ത് രൂപം കൊള്ളുന്നു. ചുറ്റുമുള്ള ആറ്റങ്ങളാൽ ബന്ധിതമായതിനാൽ അയോണീകരിക്കപ്പെട്ട ഈ ഡോണർ ആറ്റത്തിന് ചലിക്കുവാൻ കഴിയില്ല. ഓക്കെ, ഈ അയോണീകരിക്കപ്പെട്ട ആറ്റത്തിന് ചലിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ പോസിറ്റീവ് ചാർജിന്റെ ഒരു പാളി എൻ ഭാഗത്ത് രൂപപ്പെടുന്നതാണ്. ഇതാണ് നമുക്ക് ചലിക്കാൻ കഴിയാത്ത പോസിറ്റീവ് ചാർജുള്ള ആ ഒരു ഡോണർ സൈറ്റ് എന്ന് പറയുന്നത്. അവയ്ക്ക് ചലിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അത് നമ്മുടെ എൻ ഭാഗത്ത് ഇങ്ങനെ രൂപം കൊള്ളുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു ഹോൾ പി ഭാഗത്ത് നിന്ന് എൻ ഭാഗത്തേക്ക് ഡിഫ്യൂഷൻ ചെയ്യുന്നതോടൊപ്പം അയോണീകരിക്കപ്പെട്ട ഒരു അക്സെപ്റ്റർ ആറ്റം പി ഭാഗത്ത് രൂപം കൊള്ളുന്നു. ഇതാണ് നമ്മുടെ അക്സെപ്റ്റർ ആറ്റം എന്ന് പറയുന്നത്. ഈ അക്സെപ്റ്റർ ആറ്റംസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഈ അക്സെപ്റ്റർ ആറ്റത്തിനും ചലിക്കാൻ കഴിയത്തില്ല. ഇതാണ് നമ്മുടെ അക്സെപ്റ്റർ ആറ്റം എന്ന് പറയുന്നത്, ഹാവിങ് നെഗറ്റീവ്ലി ചാർജിട്ടുള്ള അക്സെപ്റ്റർ ആറ്റം. അങ്ങനെ നെഗറ്റീവ് ചാർജിന്റെ ഒരു പാളി പി ഭാഗത്ത് രൂപപ്പെടുന്നു. അങ്ങനെ പോസിറ്റീവോ നെഗറ്റീവോ ചാർജുള്ള അയോണുകൾ മാത്രമുള്ള ഈ ഭാഗമാണ് അപക്ഷയ മേഖല അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ. അപ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയന്റെ മലയാളമാണ് അപക്ഷയ മേഖല എന്ന് പറയുന്നത്. ഈ അപക്ഷയ മേഖലയിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും മാത്രമേ കാണത്തുള്ളൂ. ഡിപ്ലീഷൻ പാളിയുടെ കനം ഒരു മൈക്രോമീറ്ററിന്റെ 10 മാത്രമാണ്. അതായത് 10⁻⁻6, അതായത് ഒരു മൈക്രോമീറ്ററിന്റെ 10 മാത്രമാണ്. ഇതിന്റെ തന്നെ 10 നമ്മുടെ ഡിപ്ലീഷൻ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പി എൻ ജംഗ്ഷനിൽ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ പി എൻ ജംഗ്ഷൻ ഡയോഡ് കറണ്ട് ഫ്ലോസ്, എപ്പോഴാണ് കറണ്ട് ഫ്ലോ നടക്കുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോർവേഡ് ബയസിലാണെങ്കിൽ നമ്മൾ ഈ പി ഭാഗം എങ്ങോട്ട്, ഇവിടെ നമ്മൾക്ക് ഇപ്പോൾ ഡയോഡ് അതിന് ഇപ്പം നമ്മൾ പി എൻ ജംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞത്. ഇനി ഈ പി എൻ ജംഗ്ഷനെ നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡായിട്ട് മാറ്റുന്നത് എപ്പോഴാണ്? ഈ സെമി കണ്ടക്ടർ ഡയോഡായിട്ട് മാറ്റണമെങ്കിൽ നമ്മൾക്കിപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു പി ഭാഗത്തെ നമ്മളൊരു മെറ്റൽ കൊണ്ട് അറ്റാച്ച് ചെയ്യിപ്പിച്ചു. അതുപോലെ ഈ എൻ ഭാഗത്തെയും നമ്മളൊരു മെറ്റൽ ഭാഗം കൊണ്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ഡയോഡായെന്ന് പറയാം. അതായത് ബാഹ്യ വോൾട്ടേജ് പ്രയോഗിക്കുന്നതിനായി അഗ്രങ്ങളിൽ ലോഹ സമ്പർക്കങ്ങൾ ഘടിപ്പിച്ചിട്ടുള്ള ഒരു പി എൻ ജംഗ്ഷൻ ക്രമീകരണമാണ് അർദ്ധചാലക ഡയോഡ് അല്ലെങ്കിൽ സെമി കണ്ടക്ടർ ഡയോഡ്.
അപ്പോൾ നമുക്ക് ഇവിടെ വോൾട്ടേജ് പ്രയോഗിക്കണം. വി ഹാവ് ടു അപ്ലൈ ദ വോൾട്ടേജ് ഇൻ ദിസ് ഏരിയ. അപ്പോൾ ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ PN ജംഗ്ഷൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നമ്മൾ എന്ത് ചെയ്തു, മെറ്റൽ റോഡ്സ് ഘടിപ്പിച്ചു. ഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു PN ജംഗ്ഷൻ ക്രമീകരണത്തിനെയാണ് നമ്മൾ സെമി കണ്ടക്ടർ ഡയോഡ്. അപ്പോൾ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ പ്രതീകം, അതായത് ആ ഒരു സിമ്പൽ വരയ്ക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ് നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പൽ വരയ്ക്കുന്നത്. ഇങ്ങനെയായിരിക്കും നമ്മുടെ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ സിമ്പിൾ. ഇതാണ് N, ഇതാണ് നമ്മുടെ ഇതാണ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ രണ്ടും സെമി കണ്ടക്ടർ, ഇവിടെ രണ്ടും നമ്മൾ മെറ്റൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പോസിറ്റീവ് ടെർമിനലിലേക്കോ നെഗറ്റീവ് ടെർമിനലിലേക്കോ കണക്ട് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മുടെ ഈ P ഭാഗം, അതായത് നമ്മുടെ പോസിറ്റീവ് ചാർജുള്ള ഈ P ഏരിയ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവ് പാർട്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഫോർവേഡ് ബയസിലാണെന്ന് പറയാം. ഓക്കെ, ഇത് ഫോർവേഡ് ബയസിലാണെന്ന് പറയാം. അപ്പോൾ ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അർദ്ധചാലക ഡയോഡിൻ്റെ P വശം ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായും N വശം ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുമായും യോജിപ്പിക്കുന്ന രീതിയിൽ ഒരു ബാഹ്യ വോൾട്ടേജ് പ്രയോഗിച്ചാൽ ഒരു ഡയോഡ് ഫോർവേഡ് ബയസിലാണെന്ന് പറയാം. പ്രയോഗിക്കപ്പെട്ട ബാഹ്യ വോൾട്ടേജിൻ്റെ ദിശ ബാരിയർ വോൾട്ടേജിൻ്റെ എതിർ ദിശയിലാണ്. അപ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ഇപ്പം വോൾട്ടേജ് V ആണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ബാരിയർ വോൾട്ടേജ് ഉണ്ടാവുമല്ലോ, അത് V0. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, എതിർ ദിശയിലായിരിക്കും. തൽഫലമായി ഡിപ്ലീഷൻ പാളിയുടെ വീതി കുറയുകയും അതുവഴി ബാരിയർ പൊട്ടൻഷ്യൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഫോർവേഡ് ബയസിൽ സഫല ബാരിയർ നീളം V0 - V ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അതായത് പ്രയോഗിക്കപ്പെടുന്ന വോൾട്ടേജ് മൂലം N വശത്ത് നിന്ന് ഇലക്ട്രോണുകൾ ഡിപ്ലീഷൻ പാളിയെ കടന്ന് P ഭാഗത്ത് എത്തുന്നു. അതുപോലെ P ഭാഗത്ത് നിന്ന് ഹോളുകൾ ജംഗ്ഷൻ മുറിച്ച് N വശത്ത് എത്തുന്നു. ഫോർവേഡ് ബയസിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തെ മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നു. മൈനോറിറ്റി കാരിയർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണ്, ഫോർവേഡ് ബയസ് റെഡ്യൂസസ് ബാരിയർ പൊട്ടൻഷ്യൽ ആൻഡ് അലൗസ് കറണ്ട് ഫ്ലോ. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ കുറച്ചിട്ട് കറണ്ട് ഫ്ലോ പോസിബിൾ ആക്കും. എപ്പം ഫോർവേഡ് ബയസ്. ഫോർവേഡ് ബയസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, when the P part of the semiconductor is attached to the P terminal of the battery as well as N part of the semiconductor is attached to the negative terminal of the battery. അപ്പോഴാണ് നമുക്കിവിടെ ഫോർവേഡ് ബയസിങ് നടക്കുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫോർവേഡ് ബയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 6. The depletion region in a PN junction diode. Depletion region അല്ലെങ്കിൽ അപക്ഷയ മേഖലയെക്കുറിച്ചാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ A contains mobile charge carriers. Option B act as a conductor. Option C act as an insulator. Option D it has high electron hole recombination. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ അപക്ഷയ മേഖലയിൽ ആകെയുള്ളതെന്ന് പറയുന്നത് അയോൺസുകളാണുള്ളത്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും അത് ഇമ്മൊബൈൽ ആണെന്നും പറഞ്ഞു. അതുകൊണ്ട് എന്താ, ഇറ്റ് വിൽ ആക്ട് ആസ് എൻ ഇൻസുലേറ്റർ. അതൊരു ഇൻസുലേറ്റർ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് ഇമ്മൊബൈൽ അയോൺസ്, ഹെൻസ് നോ കണ്ടക്ഷൻ. ഇമ്മൊബൈൽ അയോൺസ് ആയതുകൊണ്ട് അത് കണ്ടക്ട് ചെയ്യത്തില്ല. ഏഴാമത്തെ ചോദ്യം, എ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് ഫോർ സിലിക്കൺ ഡയോഡ് ഈസ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എത്രയാണെന്നാണ് ചോദിച്ചത്. സിലിക്കൺ ഡയോഡിൻ്റെ കേസിൽ ത്രെഷോൾഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. സിലിക്കൺ ഡയോഡിൻ്റെ കേസിൽ ഫോർവേഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. അതുപോലെ തന്നെ ജെർമേനിയത്തിൻ്റെ കേസിലാണെങ്കിൽ അത് 0.2 വോൾട്ട് ആയിരിക്കും കേട്ടോ. ത്രെഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്, ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് ജെർമേനിയം എന്ന് പറയുന്നത് 0.2 വോൾട്ട്. ത്രെഷോൾഡ് വോൾട്ടേജ് ഓഫ് സിലിക്കൺ ഡയോഡ് എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആയിരിക്കും. കറക്റ്റ് ആൻസർ 0.7 വോൾട്ട് ആണ്. For silicon diodes, the typical forward voltage is around 0.7 volt. ജെർമേനിയത്തിൻ്റെ കേസിലാണെങ്കിലോ ജെർമേനിയം ഡയോഡ്സിൻ്റെ കേസിൽ അത് 0.2 വോൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി എട്ടാമത്തെ ചോദ്യം, ഇൻ NPN ട്രാൻസിസ്റ്റർ കറണ്ട് ഫ്ലോസ് ഫ്രം. ട്രാൻസിസ്റ്ററിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പോൾ NPN ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഒരു ബേസ് ഉണ്ടാവും, ആ ബേസ് ഉണ്ടാവും, പിന്നെ അതുപോലെ തന്നെ ഇതൊരു എമിറ്റർ ആയിരിക്കും, ഇതൊരു കളക്ടർ ആയിരിക്കും, ഇതൊരു ബേസ് ആയിരിക്കും അല്ലേ. NPN എന്ന് പറയുമ്പം നമുക്ക് ആരോ എമിറ്ററിലേക്ക് വേണം ഇടാൻ, NPN എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എമിറ്റർ കറണ്ട് ഉണ്ട്, ബേസ് കറണ്ട് ഉണ്ട്, അതുപോലെ തന്നെ കളക്ടർ കറണ്ട് ഉണ്ട്. അപ്പോൾ NPN ട്രാൻസിസ്റ്ററിലെ കറണ്ട് ഫ്ലോസ് എങ്ങനെയായിരിക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോണിൽ നിന്ന് എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്കായിരിക്കും
കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോസ് ഫ്രം ദി എമിറ്റർ ടു കളക്ടർ ഇൻ NPN ട്രാൻസിസ്റ്റേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ആരോ ഇങ്ങനെ ഇട്ടേക്കുമ്പോഴേക്കും ഇവിടെ എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ട്രാൻസിസ്റ്ററിലേക്ക് വന്നതുകൊണ്ട് ആദ്യത്തെ മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാം. ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ആര്? ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ജെ ബാർഡീൻ ആൻഡ് WH ബ്രാറ്റീൻ. ജെ ബാർഡീൻ ആൻഡ് WH ബ്രാറ്റീനും ചേർന്നിട്ടാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. 1947 സംഭവം. ബെൽ ടെലിഫോൺ ലാബ് അമേരിക്കയിൽ വെച്ചിട്ടാണ് സംഗതി നടത്തി. ഇനി അതുപോലെ തന്നെ വിപരീത ദിശയിൽ തിരിഞ്ഞിരിക്കുന്ന രണ്ട് പി എൻ ജംഗ്ഷനുകൾ ഉൾക്കൊള്ളുന്ന ആദ്യത്തെ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് വില്യം ഷോക്ലി. അപ്പോൾ ആദ്യത്തെ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് ജെ ബാർഡീനും WH ബ്രാറ്റീനുമാണ്. വിപരീത ദിശയിൽ തിരിഞ്ഞിരിക്കുന്ന രണ്ട് PN ജംഗ്ഷനുകൾ ഉപയോഗിച്ചിട്ടുള്ള ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത് വില്യം ഷോക്ലിയാണ്. വില്യം ഷോക്ലി ഇൻ ദ ഇയർ 1951. വില്യം ഷോക്ലി ഇൻ ദ ഇയർ 1951 ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ കണ്ടുപിടിച്ചത്. ഓക്കെ, ട്രാൻസിസ്റ്ററിൻ്റെ സ്ട്രക്ചറും ആക്ഷനും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിന് 3 ഡോപ്പ് ചെയ്യപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഇവയ്ക്കിടയിലായിട്ട് 2 PN ജംഗ്ഷനുകളുണ്ട്. അങ്ങനെ 2 തരം ട്രാൻസിസ്റ്ററുകൾ ലഭ്യമാണ്. ഒന്നാമത്തേത് NPN ട്രാൻസിസ്റ്റർ, നമ്മളിപ്പോൾ വരച്ചു അതിൻ്റെ സ്ട്രക്ചർ. വേറൊരെണ്ണമുണ്ട് PNP ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും ഉണ്ട്. ഓക്കെ, അങ്ങനെ 2 ടൈപ്പ് ട്രാൻസിസ്റ്ററാണുള്ളത്. NPN ട്രാൻസിസ്റ്ററും PNP ട്രാൻസിസ്റ്ററും. ഓക്കെ, ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ മിഡിൽ ലെയർ ഓഫ് എ ട്രാൻസിസ്റ്റർ ഈസ് കോൾഡ്. നടുക്കുള്ള ലെയറിന് പറയുന്ന പേരെന്താണ്? നമുക്കിതാണ് ഇപ്പോൾ NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുവാണെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. അതായത് നമ്മുടെ മിഡിലേക്കുണ്ട്, ഇത് നമ്മുടെ എമിറ്ററാണ്, ഇത് നമ്മുടെ കളക്ടറാണ്. കണ്ടോ, ഇപ്പോൾ NPN ആയതുകൊണ്ട് ഈ എമിറ്ററിലേക്കായിരിക്കും ആരോ പോകുന്നത്. ഇത് നമ്മുടെ കളക്ടറാണ്, ഇത് നമ്മുടെ ബേസ് ആണ്. അപ്പോൾ ഈ മിഡിൽ ലെയർ ഓഫ് ദി ട്രാൻസിസ്റ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? ബേസ് എന്ന് വിളിക്കും. ദ ബേസ് ഇസ് തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ് ടു കൺട്രോൾ കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ തിന്നായിട്ടുള്ള ലൈറ്റ്ലി ഡോപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺട്രോൾ കറണ്ട് ഫ്ലോ ഉള്ള ഒരു ഏരിയയാണ് ബേസ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ വരച്ചു കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാൻ പറ്റും. ഓക്കെ, ഇത് N, ഇത് P, ഇത് N. ഇവിടെ ഈ P എന്ന് പറയുന്നത് ചെറിയ തിന്നായിട്ടുള്ള ഏരിയയാണ് ബേസ് എന്ന് പറയുന്നത്. ഈ N ആണ് കളക്ടർ എന്ന് പറയുന്നത്. ഈ N ആണ് നമ്മുടെ എമിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എമിറ്റർ, ബേസ്, കളക്ടർ, EBC. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെമികണ്ടക്ടർ? സെമികണ്ടക്ടർ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ സിലിക്കൺ, ഓപ്ഷൻ ബി ജെർമേനിയം, ഓപ്ഷൻ സി ഗാലിയം ആർസനൈഡ്, ഓപ്ഷൻ ഡി കോപ്പർ. ഇവിടെ കോപ്പർ ആണ് കറക്റ്റ് ആൻസർ. സിലിക്കൺ ഒരു സെമികണ്ടക്ടറാണ്, ജെർമേനിയം സെമികണ്ടക്ടറാണ്, ഗാലിയം ആർസനൈഡും സെമികണ്ടക്ടറാണ്. പക്ഷേ കോപ്പർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്, സെമികണ്ടക്ടർ അല്ല. 11ാമത്തെ ചോദ്യം. വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ഫോർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ്? LEDs ആയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ഓപ്ഷൻ എ സിലിക്കൺ, ഓപ്ഷൻ ബി ജെർമേനിയം, ഓപ്ഷൻ സി ഗാലിയം ആർസനൈഡ്, ഓപ്ഷൻ ഡി സിങ്ക്. ഇവിടെ ഗാലിയം ആർസനൈഡ് ആണ് LEDs അല്ലെങ്കിൽ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഗാലിയം ആർസനൈഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഫോർ LEDs ആൻഡ് ലേസർ ഡയോഡ്സ്. ലേസർ ഡയോഡ്സ് ഉണ്ടാക്കാനും LEDs ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ യൂസ് ചെയ്യുന്നതാണ് ഗാലിയം ആർസനൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം. വാട്ട് ഈസ് എ മെയിൻ ചാർജ് കാരിയർ ഇൻ P ടൈപ്പ് സെമികണ്ടക്ടർ? P ടൈപ്പ് സെമികണ്ടക്ടറിലെ ചാർജ് കാരിയർ ഏതാണ്? P ടൈപ്പ് സെമികണ്ടക്ടറിലെ ചാർജ് കാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആണ്. ഹോൾസ് ആർ ദ ചാർജ് കാരിയേഴ്സ് ഇൻ P ടൈപ്പ് സെമികണ്ടക്ടർ. ഓക്കെ, അതായത് ഹാവ് എക്സസ് ഹോൾസ് ഡ്യൂ ടു അക്സെപ്റ്റഡ് ഡോപ്പിംഗ്. അപ്പോൾ P ടൈപ്പ് സെമികണ്ടക്ടർ എന്തുകൊണ്ടായിരിക്കും ഡോപ്പൻ്റ്? P ടൈപ്പ് സെമികണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡോപ്പൻ്റ് എന്ന് പറയുന്നത് 13th ഗ്രൂപ്പ് മെറ്റൽസ് ആണ്. അതായത് നമ്മുടെ 13th ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. ഇതാണ് നമ്മുടെ അതിനകത്ത് അലുമിനിയമാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. അലുമിനിയം അല്ലെങ്കിൽ ഗാലിയം, ഇൻഡിയം ഒക്കെയാണ് നമ്മൾ P ടൈപ്പ് സെമികണ്ടക്ടേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡോപ്പൻ്റ് ആയിട്ട് ഇൻട്രൻസിക് സെമികണ്ടക്ടറിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി റിവേഴ്സ് ബയാസിങ് ഇൻ PN ജംഗ്ഷൻ. നമ്മൾ നേരത്തെ ഫോർവേഡ് ബയാസിങ് ആയിരുന്നു പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും മറ്റൊരു ചോദ്യം. റിവേഴ്സ് ബയാസിങ് ഇൻ എ PN ജംഗ്ഷൻ. PN ജംഗ്ഷനിലെ റിവേഴ്സ് ബയാസിങ്. ഓപ്ഷൻ എ റെഡ്യൂസസ് ബാരിയർ പൊട്ടൻഷ്യൽ, ഓപ്ഷൻ ബി ഇൻക്രീസസ് കറണ്ട് ഫ്ലോ, ഓപ്ഷൻ സി വൈഡൻസ് ദ ഡിപ്ലീഷൻ ലെയർ, ഓപ്ഷൻ ബി കണ്ടക്ട്സ് ലാർജ് കറണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഫോർവേഡ് ബയസിങ്ങിൽ പറഞ്ഞായിരുന്നു ഫോർവേഡ് ബയസ് നടത്തി കഴിയുമ്പോഴേക്കും ബാരിയർ പൊട്ടൻഷ്യൽ റെഡ്യൂസ് ചെയ്തിട്ട് ഡിപ്ലീഷൻ ലെയറിനെ തിൻ ആക്കുമെന്ന് പറഞ്ഞു. ഡിപ്ലീഷൻ ലെയർ വിൽ ബി തിൻ ഇൻ ഫോർവേഡ് ബയസിങ്. ഫോർവേഡ് ബയസിങ്ങിൽ ഡിപ്ലീഷൻ ലെയർ തിൻ ആവും. അപ്പോൾ ഇവിടെ എന്താ സംഭവം? ഇറ്റ് വൈഡൻസ് ദി ഡിപ്ലീഷൻ ലെയർ. ഫോർ റിവേഴ്സ് ബയസിങ് എന്ത് സംഭവിക്കും? ഇറ്റ് വൈഡൻസ് ദി ഡിപ്ലീഷൻ ലെയർ. റിവേഴ്സ് ബയസ് ഇൻക്രീസസ് ദ ബാരിയർ, റെഡ്യൂസസ് ദ ബാരിയറിന് പകരം ഇൻക്രീസസ് ദ ബാരിയർ.
ആൻഡ് വൈഡൻസ് ദി ഡിപ്ലീഷൻ സോൺ. ഡിപ്ലീഷൻ സോണിനെ കുറച്ചും കൂടി വലുതാക്കും. അഗെയിൻ 14ാമത്തെ ചോദ്യം, ദ ട്രാൻസിസ്റ്റർ ഈസ് എ. ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 2 ലെയർ ഡിവൈസ് ആണോ, അതോ 3 ടെർമിനൽ ഡിവൈസ് ആണോ, അതോ 4 ടെർമിനൽ ഡിവൈസ് ആണോ, 2 ടെർമിനൽ ഡിവൈസ് ആണോ? അപ്പോൾ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഇതിനകത്ത് ഒരു എമിറ്റർ ഉണ്ട്, അതുപോലെ ഒരു ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കളക്ടർ ഉണ്ട്. ഇതാണ് ട്രാൻസിസ്റ്ററിനകത്തെ 3 ടെർമിനൽസ് എന്ന് പറയുന്നത്. അടുത്ത നമ്മുടെ 15ാമത്തെ ചോദ്യം, വിച്ച് ഈസ് ട്രൂ ഫോർ എ PNP ട്രാൻസിസ്റ്റർ. ഒരു PNP ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി കാരിയേഴ്സ്. ഓപ്ഷൻ ബി, കറണ്ട് ഫ്ലോസ് ഫ്രം കളക്ടർ ടു എമിറ്റർ. ഓപ്ഷൻ സി, ഹോൾസ് മൂവ് ഫ്രം എമിറ്റർ ടു കളക്ടർ. ഓപ്ഷൻ ഡി, ബേസ് ഈസ് നെഗറ്റീവ്ലി ബയസ്ഡ്. ഇവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഹോൾസ് മൂവ് ഫ്രം എമിറ്റർ ടു കളക്ടർ. എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് മൂവ് ചെയ്യുന്നത് ഹോൾസ് ആയിരിക്കും. ഹോൾസ് വിൽ മൂവ് ഫ്രം എമിറ്റർ ടു കളക്ടർ ഇൻ PNP ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇൻ PNP ട്രാൻസിസ്റ്റർ ഹോൾസ് ആർ ദി മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് മൂവ് ഫ്രം എമിറ്റർ ടു കളക്ടർ. അപ്പോൾ മെജോറിറ്റി കാരിയേഴ്സ് ആരായിരിക്കും? PNPയിൽ ഹോൾസ് ആയിരിക്കും. 16ാമത്തെ ചോദ്യം, ദ ഓപ്പറേഷൻ ഓഫ് എ ഡയോഡ് ഡിപ്പെൻഡ്സ് ഓൺ. ഒരു ഡയോഡിൻ്റെ ഓപ്പറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ, ഓംസ് ലോ. ഓപ്ഷൻ ബി, ബാരിയർ പൊട്ടൻഷ്യൽ. ഓപ്ഷൻ സി, കപ്പാസിറ്റൻസ്. ഓപ്ഷൻ ഡി, മ്യൂച്വൽ ഇൻഡക്ടൻസ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ബാരിയർ പൊട്ടൻഷ്യൽ ആണ്. ബാരിയർ പൊട്ടൻഷ്യൽ പ്രിവെൻറ്റ്സ് ദി ഫ്ലോ ഓഫ് ചാർജ് അണ്ടിൽ ഇനഫ് ഫോർവേഡ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ്. ഓക്കെ. ഇനി 17ാമത്തെ ചോദ്യം, വിച്ച് ദ ഫോളോയിങ് ഈസ് എ യൂണിപോളാർ ഡിവൈസ്. ഒരു യൂണിപോളാർ ഡിവൈസിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്? എ, BJT, അതായത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ബി, SCR. സി, GFET. ഡി, UJT. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് GFET ആണ്. അതായത് ജംഗ്ഷൻ ഫീൽഡ് ട്രാൻസിസ്റ്റർ ആണ് ഇത്, എഫക്റ്റ് ട്രാൻസിസ്റ്റർ. അപ്പോൾ ജംഗ്ഷൻ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്സ് യൂസിങ് ഓൺലി 1 ടൈപ്പ് ഓഫ് ചാർജ് കാരിയർ, ഹെൻസ് ഇറ്റ് ഈസ് യൂണിപോളാർ. അപ്പോൾ GFET എന്ന് പറയുന്ന സംഗതി അതൊരു യൂണിപോളാർ ഡിവൈസ് ആണ്. അതൊന്ന് നോക്കിയാൽ മതി. ഓക്കെ. ഇനി 18ാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ഡോപ്പിംഗ് ക്രിയേറ്റ്സ് മോർ ഹോൾസ് ഇൻ സെമികണ്ടക്ടർ. സെമികണ്ടക്ടറിൽ കൂടുതൽ ഹോൾസ് വരാനായിട്ടുള്ള ഡോപ്പിംഗ് ഏതാണ്? ഓക്കെ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, അക്സെപ്റ്റർ ആണെങ്കിലാണ് നമുക്ക് ഹോൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ബോറോൺ ക്രിയേറ്റ്സ് ഹോൾസ് ബൈ അക്സെപ്റ്റിംഗ് ഇലക്ട്രോൺസ്. അപ്പോൾ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുള്ള ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം വെച്ചിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹോൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ഫോർ. സെനർ ഡയോഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സെനർ ഡയോഡ് ഈസ് യൂസ്ഡ് ഫോർ ഓപ്ഷൻ എ, ആംപ്ലിഫിക്കേഷൻ. ഓപ്ഷൻ ബി, റെക്ടിഫിക്കേഷൻ. ഓപ്ഷൻ സി, വോൾട്ടേജ് റെഗുലേഷൻ. ഓപ്ഷൻ ഡി, ഫിൽട്ടറിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് വോൾട്ടേജ് റെഗുലേഷൻ ആണ്. സെനർ ഡയോഡ് മെയിൻറ്റെയിൻസ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ് അക്രോസ് എ ലോഡ് ഇൻ റിവേഴ്സ് ബയസ്. അപ്പോൾ സെനർ ഡയോഡ്സ് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് കീപ്പ് ചെയ്യും ഇൻ റിവേഴ്സ് ബയസ്. അപ്പോൾ സെനർ ഡയോഡ്സിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെനർ ഡയോഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. റിവേഴ്സ് ബയസിലെ ബ്രേക്ക് ഡൗൺ റീജിയനിൽ പ്രവർത്തിക്കത്തക്ക വിധം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സെമികണ്ടക്ടർ ഡയോഡാണ് സെനർ ഡയോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റിവേഴ്സ് ബയസ് ആണ് യൂസ് ചെയ്യുന്നത്, റിവേഴ്സ് ബയസ്. പിന്നെ അത് വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. ജംഗ്ഷൻ്റെ PN ഭാഗങ്ങളെ വലിയ അളവിൽ ഡോപ്പ് ചെയ്താണ് സെനർ ഡയോഡ് നിർമ്മിച്ചിരിക്കുന്നത്. രൂപീകൃതമാവുന്ന ഡിപ്ലീഷൻ മേഖല വളരെ കനം കുറഞ്ഞതാണ്. അപ്പോൾ തിൻ ഡിപ്ലീഷൻ ലെയർ ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്, ഈവൻ ദോ ഇറ്റ് ഈസ് റിവേഴ്സ് ബയസ്ഡ് കേട്ടോ. തിൻ ഡിപ്ലീഷൻ ലെയർ ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഏകദേശം 5 വോൾട്ട് വരുന്ന ചെറിയ റിവേഴ്സ് ബയസ് വോൾട്ടേജുകളിൽ പോലും ജംഗ്ഷനിലെ വൈദ്യുത മണ്ഡലം വളരെ ഉയർന്നതായിരിക്കും. നൽകപ്പെട്ട റിവേഴ്സ് വോൾട്ടേജ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് തുല്യമാകുമ്പോൾ അതിലെയുള്ള കറണ്ട് വലിയ രീതിയിൽ വ്യത്യാസപ്പെടുന്നു. സെനർ ഡയോഡിൻ്റെ ഈ സ്വഭാവം, അതായത് വലിയ പരിധിയിൽ സെനർ ഡയോഡിൻ്റെ കറണ്ട് വ്യത്യാസപ്പെട്ടാലും സെനർ വോൾട്ടേജ് സ്ഥിരമായിരിക്കും. അപ്പോൾ കറണ്ട് ഈവൻ ദോ ദി കറണ്ട് ഡിഫറൻസ് വലിയ തോതിലുണ്ടെങ്കിൽ പോലും വോൾട്ടേജ് സെനർ വോൾട്ടേജ് സ്ഥിരമായിരിക്കും. അതുകൊണ്ടാണ് ഇത് സപ്ലൈ വോൾട്ടേജുകളിലെ വ്യതിയാനങ്ങളെ നിയന്ത്രിച്ച് ഒരു നിശ്ചിത നിലയിലാക്കും. അങ്ങനെ സെനർ ഡയോഡ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സെനർ ഡയോഡിനെ കുറിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇങ്ങനെയാണ് സെനർ ഡയോഡിൻ്റെ ഉപയോഗം. നമ്മളിപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ ഹാഫ് വേവ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നു, വോൾട്ടേജ് സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു, ഫുൾ വേവ് റെക്ടിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നു, ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേഷൻ. ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സെനർ ഡയോഡിനെ കുറിച്ച്. സെനർ ഡയോഡ് നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, സെനർ ഡയോഡ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 20ാമത് ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ എ PN ജംഗ്ഷൻ ഡയോഡ് ഈസ് ഫോർവേഡ് ബയസ്ഡ്.
PN junction diode forward biasലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? No current flows. Option A, no current flows. Option B, current flows with a high resistance. Option C, barrier potential is reduced. Option D, depletion layer widens. അപ്പോൾ ഇവിടെ forward biasലായതുകൊണ്ട് തന്നെ barrier potential എന്ത് സംഭവിക്കും? കുറയും. Barrier potential is reduced. അവിടെ forward bias reduces the potential barrier allowing current to flow. അപ്പോൾ current flow ചെയ്യാൻ കാരണമാവും ഇത് forward bias. ഇനി അടുത്ത നമുക്ക് ഡയോഡ്സിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു 10 ചോദ്യങ്ങൾ നോക്കാം. Which of the following diodes is used for voltage regulation? Voltage regulation വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡയോഡ് ഏത്? ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ Zener diode. Zener diode operates in reverse bias beyond the breakdown voltage to maintain a constant voltage. അപ്പോൾ reverse bias ആണ്, constant voltage കീപ്പ് ചെയ്യും, making them ideal for voltage regulation. ഇനി അടുത്തൊരു ചോദ്യം, forward voltage drop across silicon diodes. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് 0.7 വോൾട്ട് ആണ് സിലിക്കൺ ഡയോഡിന്റെ ഫോർവേഡ് വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ സിലിക്കൺ ഡയോഡ്സ് the forward voltage drop is typically around 0.7 volt. ഇനി മൂന്നാമത്തെ ചോദ്യം, in reverse bias a diode, reverse biasൽ ഒരു ഡയോഡ് എന്താണ് ചെയ്യുന്നത്? allows large current. Option B, acts as short circuit. Option C, allows negligible current. Option D, conduct with full supply. ഇവിടെ റിവേഴ്സ് ബയസിലാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഇത് allows negligible current ആയിരിക്കും. So in reverse bias the depletion region widens and only a small leakage current will flows. Okay, അടുത്ത ചോദ്യം, a light emitting diode is typically made from. ഒരു light emitting diode എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ എ ജെർമേനിയം, ഓപ്ഷൻ ബി സിലിക്കൺ, ഓപ്ഷൻ സി ഗാലിയം ആർസനൈഡ്, ഓപ്ഷൻ ഡി കാർബൺ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഗാലിയം ആർസനൈഡ് ആണ്. Gallium arsenide and gallium phosphide are common materials for LEDs due to their direct band gap properties. അടുത്ത ഒരു അഞ്ചാമത്തെ ചോദ്യം, അവലാഞ്ചെ ബ്രേക്ക്ഡൗൺ കേട്ടിട്ടുണ്ടാവുമല്ലേ? എന്താണ് അവലാഞ്ചെ ബ്രേക്ക്ഡൗൺ? അവലാഞ്ചെ ബ്രേക്ക്ഡൗൺ ഇൻ ഡയോഡ് ഒക്കേഴ്സ് വെൻ. എപ്പോഴാണ് അവലാഞ്ചെ ബ്രേക്ക്ഡൗൺ നടക്കുന്നത്? ഓപ്ഷൻ എ, ഫോർവേഡ് കറണ്ട് ഇൻക്രീസസ്. ഓപ്ഷൻ ബി, ടെമ്പറേച്ചർ ഈസ് ഹൈ. ഓപ്ഷൻ സി, റിവേഴ്സ് ബയസ് ഈസ് ഹൈ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദി അബവ്. അപ്പോൾ റിവേഴ്സ് ബയസ് ഹൈ ആവുമ്പോൾ നടക്കുന്ന ബ്രേക്ക്ഡൗൺ ആണ് അവലാഞ്ചെ ബ്രേക്ക്ഡൗൺ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദി ഇമ്പാക്ട് അയണൈസേഷൻ അണ്ടർ ഹൈ റിവേഴ്സ് വോൾട്ടേജ്. ഹൈ റിവേഴ്സ് വോൾട്ടേജിന് നടക്കുന്ന അയണൈസേഷൻ ആണ് അവലാഞ്ചെ ബ്രേക്ക്ഡൗൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു അവലാഞ്ചെ ബ്രേക്ക്ഡൗൺ ഇമ്പാക്ട് ഓഫ് അയണൈസേഷൻ. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഡയോഡ് ഈസ് യൂസ്ഡ് ഇൻ മൈക്രോവേവ് ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷൻ. മൈക്രോവേവ് ഫ്രീക്വൻസി ആംപ്ലിഫിക്കേഷനിൽ ഉപയോഗിക്കുന്ന ഡയോഡ് ഏതാണ്? ഇവിടെ കറക്റ്റ് ആൻസർ ഷോർട്ട് കീ ഡയോഡ് ആണ്. ഷോർട്ട് കീ ഡയോഡ്സ് ആർ ഫാസ്റ്റ് സ്വിച്ചിങ് and used in RF and microwave circuit. അപ്പോൾ RF and microwave circuitൽ സപ്പോർട്ട് ചെയ്യുന്നത് ഷോർട്ട് കീ ഡയോഡ്സ് ആണ്. ഓക്കെ, അടുത്തത് ഏഴാമത്തെ ചോദ്യം, the function of varactor diode is. varactor diode ഫംഗ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ, സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ. ഓപ്ഷൻ ബി, ലൈറ്റ് എമിഷൻ. ഓപ്ഷൻ സി, ഫ്രീക്വൻസി മിക്സിംഗ്. ഓപ്ഷൻ ഡി, വോൾട്ടേജ് കൺട്രോൾഡ് കപ്പാസിറ്റൻറ്റ്. അപ്പോൾ ഇവിടെ വാരക്ടർ ഡയോഡ് എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾഡ് കപ്പാസിറ്റൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വാരക്ടർ ഡയോഡ്സ് ആക്ട്സ് ലൈക്ക് വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് കപ്പാസിറ്റേഴ്സ് ആൻഡ് ആർ യൂസ്ഡ് ഇൻ ട്യൂണിംഗ് സർക്യൂട്ട്. ട്യൂണിംഗ് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഡയോഡാണ് വാരക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. എട്ടാമത്തെ ചോദ്യം, ഇൻ എ ഡയോഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ഈസ് മെയിൻലി ഡ്യൂ ടു. ഒരു ഡയോഡിൽ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന് കാരണം എന്താണ്? ഓപ്ഷൻ എ, മെജോറിറ്റി കാരിയേഴ്സ്. ഓപ്ഷൻ ബി, മൈനോറിറ്റി കാരിയേഴ്സ്, നമ്മൾ നേരത്തെ വായിച്ചതാണിത്. ഓപ്ഷൻ സി, ഹൈ വോൾട്ടേജ്. ഓപ്ഷൻ ഡി, ഡിപ്ലീഷൻ റീജിയൻ. അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ടിന് കാരണമായിട്ട് വരുന്നത്. The small reverse current is due to minority carriers crossing the junction. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓഫ് എ ഡയോഡ്. ഒരു ഡയോഡിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്താണ്? ഫോർവേഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണോ? മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എ ഡയോഡ് ക്യാൻ വിസ്റ്റാൻഡ് ആണോ? അതോ കറണ്ട് റേറ്റിംഗ് ആണോ? ഫോർവേഡ് കറണ്ട് കപ്പാസിറ്റി. അപ്പോൾ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, മാക്സിമം റിവേഴ്സ് വോൾട്ടേജ് എ ഡയോഡ് ക്യാൻ വിസ്റ്റാൻഡ്, അതാണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ദ ഹയസ്റ്റ് റിവേഴ്സ് വോൾട്ടേജ് എ ഡയോഡ് ക്യാൻ ഹാൻഡിൽ വിത്തൗട്ട് ഡാമേജ്. ഡാമേജ് ഒന്നും കൂടാതെ ഡയോഡിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഹയസ്റ്റ് വോൾട്ടേജ് ആണ്, ഹയസ്റ്റ് റിവേഴ്സ് വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം, വിച്ച് ഡയോഡ് എക്സിബിറ്റ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്ന ഡയോഡ് ഏതാണ്? നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഓപ്ഷൻ എ, LED. ഓപ്ഷൻ ബി, ടണൽ ഡയോഡ്. ഓപ്ഷൻ സി, വാരക്ടർ ഡയോഡ്. ഓപ്ഷൻ ഡി, ഷോർട്ട് കീ ഡയോഡ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ടണൽ ഡയോഡ് ആണ്. ഇറ്റ് ഷോസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡ്യൂ ടു ക്വാണ്ടം ടണലിംഗ് എഫക്റ്റ്. ക്വാണ്ടം ടണലിംഗ് എഫക്റ്റ് കൊണ്ടാണ് ടണൽ ഡയോഡ്സ് നെഗറ്റീവ് റെസിസ്റ്റൻസ് കാണിക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസിസ്റ്ററിൽ നിന്നുള്ളൊരു 10 ചോദ്യം നോക്കാം. എ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് എ സ്വിച്ച് വെൻ ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ.
ഏത് ഭാഗത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നത്? ഓപ്ഷൻ എ ആക്റ്റീവ് റീജിയൻ, ഓപ്ഷൻ ബി കട്ട് ഓഫ് റീജിയൻ, ഓപ്ഷൻ സി സാച്ചുറേഷൻ റീജിയൻ, ഓപ്ഷൻ ഡി കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ റീജിയൻ. അപ്പം ഇവിടെ എവിടെയാണ് ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചായിട്ട് ആക്ട് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. കട്ട് ഓഫ് റീജിയനിലും സാച്ചുറേഷൻ റീജിയനിലും ട്രാൻസിസ്റ്റർ ഒരു സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇൻ കട്ട് ഓഫ് ആൻഡ് സാച്ചുറേഷൻ ഓൺ എ BJT, അതായത് ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ക്യാൻ ആക്ട് ആസ് എ ഡിജിറ്റൽ സ്വിച്ച്. അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ചോദ്യം. ഇൻ എ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ദ ഇൻപുട്ട് ഈസ് ടേക്കൻ ആസ്. ഇൻപുട്ട് എങ്ങനെയായിരിക്കും നമ്മൾ എടുക്കുന്നത്? കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഇൻപുട്ട് എങ്ങനെയാണ് എടുക്കുന്നത്? ഓക്കെ, ഓപ്ഷൻ എ ബേസ്, ഓപ്ഷൻ ബി കളക്ടർ, ഓപ്ഷൻ സി എമിറ്റർ, ഓപ്ഷൻ ഡി ഗ്രൗണ്ട്. അപ്പോൾ ഇൻപുട്ട് എവിടെയാണ് ടേക്ക് ചെയ്യുന്നത്? ഇൻപുട്ട് ഈസ് ടേക്കൻ അറ്റ്, എവിടെയാണ് ഇൻപുട്ട് ടേക്ക് ചെയ്യുന്നത്? ബേസിലാണ്. ഇൻ കോമൺ എമിറ്റർ മോഡ് ഇൻപുട്ട് ഈസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. ഇൻപുട്ട് നടക്കുന്നത് നമുക്കറിയാവുന്നതാണ്. ഇതാണ് നമ്മുടെ സംഭവം ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസിസ്റ്ററിൽ ഇതാണ് നമ്മുടെ കളക്ടർ, ഇതാണ് നമ്മുടെ എമിറ്റർ, ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നത് എപ്പോഴും എമിറ്ററിനും ബേസിനും ഇടയിലാണ്. ഔട്ട്പുട്ട് കിട്ടുന്നത് എപ്പോഴും കളക്ടറിനും എമിറ്ററിനും ഇടയിലാണ്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിഗർ വരച്ചതാണ്. അപ്പോൾ ഇൻ കളക്ടർ എമിറ്റർ മോഡ്, അപ്പോൾ കളക്ടർ എമിറ്റർ മോഡിൽ ഇൻപുട്ട് ഈസ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ, ഔട്ട്പുട്ട് ഈസ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. ഓക്കെ, അടുത്ത 13ാമത്തെ ചോദ്യം. വിച്ച് പാരാമീറ്റർ ഡിഫൈൻസ് കറണ്ട് ഗെയിൻ ഇൻ CE ട്രാൻസിസ്റ്റർ? അപ്പോൾ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൽ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് ഏത് പാരാമീറ്റർ ആണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ബി ആണ്. ബി അല്ല, ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് കറണ്ട് ഗെയിൻ ഫാക്ടർ എന്ന് വിളിക്കാം, അല്ലാതെ ഈ ബീറ്റയ്ക്ക് നമ്മൾ മറ്റൊരു പേരും കൂടെ പറയുന്നുണ്ട്. അതാണ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് അവസ്ഥയിലിരിക്കുന്ന ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എമിറ്റർ വോൾട്ടേജ് സ്ഥിരമായിരിക്കുമ്പോൾ കളക്ടർ കറണ്ടിൻ്റെ വ്യതിയാനവും ബേസ് കറണ്ടിൻ്റെ വ്യതിയാനവുമായുള്ള അനുപാതത്തിനെയാണ് നമ്മൾ കറണ്ട് പ്രവർധന ഘടകം അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്മോൾ സിഗ്നൽ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കറണ്ട് ഗെയിൻ എന്നേ ചോദിക്കുകയുള്ളായിരിക്കും. എനിവേ ബീറ്റ എന്ന് പറയുന്നത് IC/IB ആണ്. അതായത് IC IB എന്നിവയുടെ അനുപാതത്തിൽ നിന്ന് ലഭിക്കുന്ന ട്രാൻസിസ്റ്ററിൽ നിന്നുള്ള ബീറ്റ DC കറണ്ട് ആണ്. ഇനി ബീറ്റ DC എന്ന് പറയുന്നത് ബീറ്റ DC = IC/IB. ഓക്കെ, IC/IB. ഇനി ട്രാൻസിസ്റ്ററിനെ ഒരു ആംപ്ലിഫയർ ആയും ഒരു ഓസിലേറ്റർ ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് നമുക്ക് ആംപ്ലിഫയർ ഓസിലേറ്റർ എന്നൊക്കെ തന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എത്രാമത്തെ ചോദ്യമാ? 14ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. 14th ചോദ്യം നോക്കാം. ഫോർ ആംപ്ലിഫിക്കേഷൻ എ ട്രാൻസിസ്റ്റർ മസ്റ്റ് ബി ഇൻ. അപ്പോൾ 14ാമത്തെ. അപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഫോർ ആംപ്ലിഫിക്കേഷനിൽ ട്രാൻസിസ്റ്റർ മസ്റ്റ് ബി ഇൻ ദി ഏത് റീജിയനിലായിരിക്കണം? ആക്റ്റീവ് റീജിയനിലായിരിക്കണം. ഇൻ ദ ആക്റ്റീവ് റീജിയൻ ദ ട്രാൻസിസ്റ്റർ പ്രൊവൈഡ്സ് ലീനിയർ ആംപ്ലിഫിക്കേഷൻ നൽകും. ഇനി അടുത്തത് 15ാമത്തെ ചോദ്യം. ഇൻ FET എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററാണ്. ഫീൽഡ് ട്രാൻസിസ്റ്റർ ആണ് കേട്ടോ. ഫീൽഡ് ട്രാൻസിസ്റ്റർ ദ കറണ്ട് ഈസ് കൺട്രോൾഡ് ബൈ, കറണ്ട് കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഗേറ്റ് വോൾട്ടേജ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൽ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റ് വോൾട്ടേജ് ആണ്. ഇനി ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ദ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ദാറ്റ് ഈസ് ഗേറ്റ് വോൾട്ടേജ് കൺട്രോൾസ് ചാനൽ കണ്ടക്ടിവിറ്റി. 16ാമത്തെ ചോദ്യം. ദ മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് MOS FET ഓവർ BJT. എന്ന ഈ BJT ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിനെ അപേക്ഷിച്ച് MOS FET അതായത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. ഇത് മെറ്റൽ വെച്ചിട്ടുള്ള ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ ആണ്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താണ്? ഓപ്ഷൻ എ ഹയർ ഗെയിൻ, ഓപ്ഷൻ ബി ലെസ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി, ഓപ്ഷൻ സി ഫാസ്റ്റർ സ്വിച്ചിങ്, ഓപ്ഷൻ ഡി ലോവർ ഇൻപുട്ട് ഇംപീഡൻസ്. അപ്പോൾ ഫാസ്റ്റർ സ്വിച്ചിങ് ആയിരിക്കും ഇവിടെ. ഇപ്പോൾ നമ്മുടെ സ്വിച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യും? നമ്മുടെ ഡിജിറ്റൽ അനലോഗ് വാച്ചൊക്കെ വന്നല്ലോ, ഡിജിറ്റൽ വാച്ചിനൊക്കെ നമുക്ക് സ്വിച്ചിങ് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ഇതാണ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇൻ എ പി ചാനൽ FET ദ ചാർജ് ക്യാരിയേഴ്സ് അറിയാം. ചാർജ് ക്യാരിയേഴ്സ് ആർ. അപ്പം പി ചാനൽ FETയിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ഹോൾസ് തന്നെയായിരിക്കും ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇൻ പി ചാനൽ ഡിവൈസസ് ഹോൾസ് ആർ ദി മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ്. അടുത്തത് നമുക്ക് 18ാമത്തെ ചോദ്യം. ട്രാൻസിസ്റ്റർ യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ കൺവേർട്സ്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ കൺവേർട്ട് ചെയ്യുന്ന എന്തിനെയാണ്? ലോ കറണ്ടിനെ ഹൈ കറണ്ട് ആയിട്ടായിരിക്കും ട്രാൻസിസ്റ്റർ യൂസ്ഡ് ആസ് ആൻ ആംപ്ലിഫയർ കൺവേർട്സ്. അപ്പോൾ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുവാണ് എന്തിനെ? ലോ കറണ്ടിനെ
ഹൈ കറണ്ട് ആയിട്ട്. അപ്പോൾ ഇത് ആംപ്ലിഫൈ സ്മോൾ ഇൻപുട്ട് സിഗ്നൽ ടു പ്രൊഡ്യൂസ് ലാർജ് ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ സ്മോൾ ഇൻപുട്ട് സിഗ്നലിന് ലാർജ് ഔട്ട്പുട്ട് കറണ്ട് ആയിട്ട് അല്ലെ ലാർജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്യുവാണ് ട്രാൻസിസ്റ്റർ ചെയ്യുന്നത്. അടുത്തത് 19ാമത്തെ ചോദ്യം, ഇയർലി എഫക്ട് ഇൻ BJT ഈസ് അസോസിയേറ്റഡ് വിത്ത്. ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിലെ ഇയർലി എഫക്ട് അസോസിയേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഓപ്ഷൻ എ ലീക്കേജ് കറണ്ട്, ഓപ്ഷൻ ബി ബേസ് വിഡ്ത്ത് മോഡുലേഷൻ, ഓപ്ഷൻ സി കളക്ടർ സാച്ചുറേഷൻ, ഓപ്ഷൻ ഡി പഞ്ച് ത്രൂ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. ഇയർലി എഫക്ട് കോസസ് എ ചേഞ്ച് ഇൻ ബേസ് വിഡ്ത്ത് ഡ്യൂ ടു ചേഞ്ച് ഇൻ VC. അടുത്തത് 20ാമത്തെ ചോദ്യം, ദ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് JFET. അതിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? പാരബോളിക് ആണ്. ലീനിയർ ആണോ, പാരബോളാണോ, എക്സ്പോണൻഷ്യൽ ആണോ, ലോഗരിതമിക് ആണോ? കറക്റ്റ് ആൻസർ ബി, പാരബോളിക് ആണ്. എക്സ്പ്ലനേഷൻ, ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗേറ്റ് വോൾട്ടേജ് ആൻഡ് ഡ്രെയിൻ കറണ്ട് ഇൻ JFET ഈസ് ക്വാഡ്രാറ്റിക്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഏകദേശം പാരബോളിക് ഗ്രാഫായിരിക്കും കിട്ടുന്നത്. ഇനി അടുത്തത് ആംപ്ലിഫിക്കേഷൻസ്. ട്രാൻസിസ്റ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ആംപ്ലിഫയർ. ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യമാണ് 1ാമത്തെ ചോദ്യം. ഇനി കോമൺ എമിറ്റർ ആംപ്ലിഫയർ, the phase difference between input and output. അപ്പോൾ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ ഫേസ് ഡിഫറൻസ്, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചേക്കണം. അപ്പോൾ അതിലേക്ക് പോകുന്നവർ നമുക്കൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ നോക്കാം. നമുക്കൊരു ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് വിളിക്കുക. ഈ ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മളൊരു ആംപ്ലിഫയറിൽ കൂടെ കടത്തി വിട്ടു എന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ ആംപ്ലിഫയർ. അപ്പോൾ ഈ ആംപ്ലിഫയറിൽ കൂടി നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജിനെ കടത്തി വിടുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടും. അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. എയ്തർ അത് സെയിം രീതിയിൽ തന്നെ ആയിരിക്കും, സെയിം ഇൻപുട്ട് വോൾട്ടേജിൻ്റെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് കോമൺ ബേസ് സർക്യൂട്ട് എന്ന് പറയും. കോമൺ ബേസ് സർക്യൂട്ട്. അപ്പോൾ കോമൺ ബേസ് സർക്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ അതേ രീതിയിൽ തന്നെ ആയിരിക്കും. ഇനി കോമൺ എമിറ്റർ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് ആയിരിക്കും കോമൺ എമിറ്റർ സർക്യൂട്ടിൽ കിട്ടുന്നത്. ഓക്കെ, കോമൺ എമിറ്റർ സർക്യൂട്ടിലായിരിക്കും നമുക്കതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുന്നത് എമിറ്റർ സർക്യൂട്ടിലാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇൻ എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ ദി ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് ഈസ്. അപ്പം നമുക്കിവിടെ കൊടുക്കുന്ന ഏതാണോ അതിൻ്റെ 180 ഡിഗ്രിയിലുള്ള റൊട്ടേഷൻ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ സോ ഇവിടെ ആൻസർ 180 ഡിഗ്രിയാണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയർ ഇൻവേർട്സ് ദിസ് സിഗ്നൽ പ്രൊഡ്യൂസിങ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കും കോമൺ എമിറ്റർ ആംപ്ലിഫയർ തരുന്നത്. ഓക്കെ, 2ാമത്തെ ചോദ്യം, the voltage gain of a common emitter amplifier is primarily determined by. വോൾട്ടേജ് ഗെയിൻ എങ്ങനെയാണ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് ഇൻ കോമൺ എമിറ്റർ ആംപ്ലിഫയറിൽ? ഓപ്ഷൻ എ ഇൻപുട്ട് റെസിസ്റ്റൻസ്, ഓപ്ഷൻ ബി ലോഡ് റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി കപ്ലിംഗ് കപ്പാസിറ്റർ, ഓപ്ഷൻ ഡി ട്രാൻസിസ്റ്റർ പവർ റേറ്റിംഗ്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഡ് റെസിസ്റ്റൻസ് വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് ഗെയിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അതായത് വോൾട്ടേജ് ഗെയിൻ ഈസ് ഈക്വൽ ടു -RC ഡിവൈഡഡ് ബൈ RE, വെയർ RC ഈസ് ദി ലോഡ് റെസിസ്റ്റൻസ് ആൻഡ് RE ഈസ് ദി ഇന്റേണൽ എമിറ്റർ റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഗെയിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് ലോഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ്. -RC ബൈ RE എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനകത്താണ്. RC എന്ന് പറയുന്നത് എന്താണ്? ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഇനി 3ാമത്തെ ചോദ്യം, ഇൻ എ ക്ലാസ് എ ആംപ്ലിഫയറിൽ ദ ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് 4. ട്രാൻസിസ്റ്റർ എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ട്രാൻസിസ്റ്റർ എപ്പോൾ കണ്ടക്ട് ചെയ്യും? ഓക്കെ, ഓപ്ഷൻ എ 0 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി, ഓപ്ഷൻ സി 180 ഡിഗ്രി, ഓപ്ഷൻ ഡി 360 ഡിഗ്രി. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ കണ്ടക്ട് ഡ്യൂറിങ് ദ എൻറ്റയർ ഇൻപുട്ട് സൈക്കിൾ. അപ്പോൾ എൻറ്റയർ ഇൻപുട്ട് സൈക്കിളിലും ക്ലാസ് എ ആംപ്ലിഫയർ കണ്ടക്ട് ചെയ്യും. അതായത് 360 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. ഇനി 4ാമത്തെ ചോദ്യം, വിച്ച് ആംപ്ലിഫയർ ക്ലാസ് ഹാസ് ഹയസ്റ്റ് എഫിഷ്യൻസി ബട്ട് പുവറസ്റ്റ് ലീനിയാരിറ്റി? ഹയസ്റ്റ് എഫിഷ്യൻസിയും പുവറസ്റ്റ് ലീനിയാരിറ്റിയും ഉള്ള ആംപ്ലിഫയറിൻ്റെ ക്ലാസ് ഏതാണ്? ഓപ്ഷൻ എ ക്ലാസ് എ, ഓപ്ഷൻ ബി ക്ലാസ് ബി, ഓപ്ഷൻ സി ക്ലാസ് AB, ഓപ്ഷൻ ഡി ക്ലാസ് സി. അപ്പോൾ ക്ലാസ് സി ആംപ്ലിഫയർ ആണ് കണ്ടക്ട് ലെസ് ദാൻ 180 ഡിഗ്രി, മേക്കിംഗ് ദം വെരി എഫിഷ്യൻറ്റ് ബട്ട് നോൺ ലീനിയർ. വളരെ എഫിഷ്യൻ്റ് ആണ് ക്ലാസ് സി, പക്ഷേ നോൺ ലീനിയർ ആണ്. അടുത്ത ചോദ്യം, ദ പ്രൈമറി പർപ്പസ് ഓഫ് എ കപ്ലിംഗ് കപ്പാസിറ്റർ ഇൻ ആൻ ആംപ്ലിഫയർ. ആ ആംപ്ലിഫയറിൽ കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ്? ഓപ്ഷൻ എ ബൂസ്റ്റ് വോൾട്ടേജ് ഗെയിൻ, ഓപ്ഷൻ ബി റെഡ്യൂസ് നോയ്സ്, ഓപ്ഷൻ സി ബ്ലോക്ക് DC ആൻഡ് അലോ AC, ഓപ്ഷൻ ഡി പ്രൊവൈഡ് ബയസിങ്. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? DC-യെ ബ്ലോക്ക് ചെയ്ത് AC-നെ അലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് പ്രിവെൻറ്റ് DC ഫ്രം വൺ സ്റ്റേജ് എഫക്റ്റിംഗ് ദ നെക്സ്റ്റ് വൈൽ അലോയിങ് സിഗ്നൽ ട്രാൻസിഷൻ. അപ്പോൾ അതിന് കപ്ലിംഗ് കപ്പാസിറ്റർ DC-നെ ബ്ലോക്ക് ചെയ്തിട്ട് AC-നെ മാത്രം
കൊടുത്തുവിടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എമിറ്റർ ഫോളോവർ ആംപ്ലിഫയർ ഈസ് ഓൾസോ നോൺ ആസ്. അപ്പോൾ എമിറ്റർ ഫോളോവർ ആംപ്ലിഫയറിനെ നമ്മൾ എന്ത് വിളിക്കും? എമിറ്റർ കഴിഞ്ഞിട്ട് തന്നെ വരുന്നത് കളക്ടർ. അപ്പോൾ നമുക്ക് വിളിക്കാം കോമൺ കളക്ടർ ആംപ്ലിഫയർ എന്ന് വിളിക്കാം. ദ ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദി എമിറ്റർ വിച്ച് ഫോളോസ് ദി ഇൻപുട്ട് വോൾട്ടേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപീഡൻസ് ഓഫ് എ കോമൺ ബേസ് ആംപ്ലിഫയർ. കോമൺ ബേസ് ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപീഡൻസ് എങ്ങനെയാണ്? കോമൺ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ഇൻപുട്ട് കൊടുക്കുന്ന അതേ രീതിയിൽ തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ലോ ഇൻപുട്ട് ഹൈ ഔട്ട്പുട്ട്, ഓപ്ഷൻ ബി ഹൈ ഇൻപുട്ട് ലോ ഔട്ട്പുട്ട്, ഓപ്ഷൻ സി ലോ ഇൻപുട്ട് ലോ ഔട്ട്പുട്ട്, ഓപ്ഷൻ ഡി ഹൈ ഇൻപുട്ട് ഹൈ ഔട്ട്പുട്ട്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ലോ ഇൻപുട്ട് ഹൈ ഔട്ട്പുട്ട് ആണ്. കോമൺ ബേസ് ആംപ്ലിഫയേഴ്സ് ഹാവ് ലോ ഇൻപുട്ട് ആൻഡ് ഹൈ ഔട്ട്പുട്ട് ഇംപീഡൻസ്. അപ്പോൾ ലോ ഇൻപുട്ടും ഹൈ ഔട്ട്പുട്ട് ഇംപീഡൻസുമാണ് കോമൺ ബേസ് ട്രാൻസിസ്റ്റേഴ്സിനുള്ളത്. അടുത്ത ചോദ്യം, പവർ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ. പവർ ഗെയിൻ, ഒരു ആംപ്ലിഫയറിൻ്റെ പവർ ഗെയിൻ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഡിഫൈൻഡ് ആസ് ദി പ്രോഡക്റ്റ് ഓഫ് ഇത് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പവർ ഗെയിൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും? അതായത് ട്രാൻസിസ്റ്ററിൻ്റെ ആംപ്ലിഫയറുമായുള്ള പ്രവർത്തനത്തിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പവർ ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? അപ്പോൾ പവർ ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് റെസിസ്റ്റൻസ് ഗെയിൻ ആൻഡ് എന്താണ് റെസിസ്റ്റൻസ് ഗെയിൻ അല്ലെങ്കിൽ കറണ്ട് ഗെയിൻ ആൻഡ് എന്താണുള്ളത് വോൾട്ടേജ് ഗെയിൻ ആണ്. അപ്പോൾ പവർ ഗെയിൻ എന്ന് പറയുന്നത് വോൾട്ടേജ് ഗെയിൻ്റെയും കറണ്ട് ഗെയിൻ്റെയും കൂടെ ഒരു പ്രോഡക്റ്റ് ആണ് പവർ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി കറണ്ട് ഗെയിന് പകരം റെസിസ്റ്റൻസ് ഗെയിൻ ആണെങ്കിൽ അതും കൊടുക്കാം കേട്ടോ. അടുത്ത ചോദ്യം, വിച്ച് ആംപ്ലിഫയർ കോൺഫിഗറേഷൻ പ്രൊവൈഡ്സ് നോ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഫേസ് ഷിഫ്റ്റ് ഒന്നും ഇല്ലാത്ത ആംപ്ലിഫയർ കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചത്. ഓപ്ഷൻ എ കോമൺ എമിറ്റർ, ഓപ്ഷൻ ബി കോമൺ കളക്ടർ, ഓപ്ഷൻ സി കോമൺ ബേസ്, ഓപ്ഷൻ ഡി പുഷ് പുൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കോമൺ ബേസിനാണ് ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആയിട്ട് വരുന്നത്. സോ നോ ഫേസ് ഷിഫ്റ്റ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ കോമൺ ബേസ് ആണ്. 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. 180 ഡിഗ്രി ആണെങ്കിൽ കോമൺ എമിറ്റർ ആയിരിക്കും. അടുത്തത്, ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഈസ് കോമൺലി അസോസിയേറ്റഡ് വിത്ത്. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഏത് ക്ലാസ് ആംപ്ലിഫയേഴ്സിനാണ് ഉള്ളത്? ഇവിടെ ക്ലാസ് ബി ആംപ്ലിഫയേഴ്സിലുള്ളതാണ് ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ. ക്രോസ് ഓവർ ഡിസ്റ്റോഷൻ ഒക്കേഴ്സ് നിയർ ദി സീറോ ക്രോസിംഗ് വെൻ നെയ്തർ ട്രാൻസിസ്റ്റർ കണ്ടക്ട്സ് ഫുള്ളി. ഇനി ഈ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ഓസിലേറ്റർ എന്ന് പറയുന്ന രീതിയുണ്ട്. അവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ ആയിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ ഓസിലേറ്ററിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ടാങ്ക് സർക്യൂട്ട് ഉണ്ട്. ടാങ്ക് സർക്യൂട്ടിൽ ഇലക്ട്രിക് ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LC ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രധാന ഭാഗങ്ങളാണ് ടാങ്ക് സർക്യൂട്ട്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഈ മൂന്നെണ്ണമാണുള്ളത്. ഒന്നുകൂടെ പറയാം, ടാങ്ക് സർക്യൂട്ട്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഫീഡ്ബാക്ക് സർക്യൂട്ട്, ഇത് മൂന്നുമാണുള്ളത്. ഇനി അതിനു മുന്നേ നമ്മൾ നേരത്തെ ട്രാൻസിസ്റ്ററിനകത്ത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ 0.99 ആയാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ എത്രയാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാം? കോമൺ ബേസ് ഒന്നുകൂടെ പറയാം, കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ, അതായത് ബീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.99 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 - ആൽഫയാണ്. ഇവിടെ ആൽഫയുടെ വാല്യൂ ആണ് 0.99 തന്നിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 0.99 ഡിവൈഡഡ് ബൈ 1 - 0.99 വിച്ച് ഈസ് ഈക്വൽ ടു 99 ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഇനി ആൽഫ എന്താ ബീറ്റ എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. നമുക്ക് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവിടെ 2 ടൈപ്പ് ആംപ്ലിഫയർ ഉണ്ട്. കോമൺ ബേസ് ആംപ്ലിഫയറും കോമൺ എമിറ്റർ ആംപ്ലിഫയറും ഉണ്ട്. അതിനകത്ത് കോമൺ ബേസ് ആംപ്ലിഫയറിലെ AC കറണ്ട് ഗെയിനാണ് ആൽഫ എന്ന് പറയുന്നത്. കോമൺ ബേസിലെ AC കറണ്ട് ഗെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽഫ എന്ന് പറയുന്നത്. ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കോമൺ എമിറ്റർ ആംപ്ലിഫയറിലെ AC കറണ്ട് ഗെയിനെയാണ് നമ്മൾ കോമൺ എമിറ്ററിലുള്ളതാണ് ബീറ്റ എന്ന് പറയുന്നത്. കോമൺ എമിറ്ററിലെ കറണ്ട് ഗെയിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടെ, ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. കോമൺ എമിറ്റർ ആംപ്ലിഫയറിലെ കറണ്ട് ഗെയിനുകൾ തമ്മിലുള്ള ബന്ധമാണ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 - ആൽഫ. ഇതാണ് കോമൺ എമിറ്ററും കോമൺ ബേസും തമ്മിലുള്ള കറണ്ട് ഗെയിൻ തമ്മിലുള്ള ബന്ധം, വിച്ച് ഈസ് ഈക്വൽ ടു IC ഡിവൈഡഡ് ബൈ IP. IC എന്ന് പറയുന്നത് കറണ്ട് ഇൻ കളക്ടർ ആൻഡ് IB എന്ന് പറയുന്നത് കറണ്ട് ഇൻ ബേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ. അപ്പോൾ കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്?
കോമൺ ബേസിൽ ആൽഫയാണ്. സോ ആൽഫയാണ് ഈ തന്നിരിക്കുന്നത് 0.99 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതായത് ബീറ്റ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 99 ഉത്തരം കിട്ടും. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഫ്രം ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആൻ ആംപ്ലിഫയർ. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് അത്. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉണ്ട്. നമ്മൾക്ക് ഈ സെമി കണ്ടക്ടർ ഡയോഡ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് സെമി കണ്ടക്ടർ ഫിസിക്സിൽ നിന്ന് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ആ ഒരു ചോദ്യം നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇൻപുട്ട് ഫ്രീക്വൻസി ഇവിടെ ഡിസ്കസ് ചെയ്യാം. ഇൻപുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. നമ്മളെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയായിരിക്കും? ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്തായിരിക്കും? റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സിയെ ഡി സി ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ ഒന്നോ അത് പി എൻ ജംഗ്ഷൻ ഡയോഡ് ഒരു എ സി വൈദ്യുതിയെ ഡി സി ആക്കി മാറ്റുന്ന വൈദ്യുത ഉപകരണമാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ അത് ഈ റെക്ടിഫയർ തന്നെ രണ്ടെണ്ണമുണ്ട്. ഹാഫ് വേവ് റെക്ടിഫയറും ഉണ്ട്, ഫുൾ വേവ് റെക്ടിഫയറും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അതായത് ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയായിരിക്കും എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ അവിടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻപുട്ട് ഫ്രീക്വൻസിയുടെ ഇരട്ടിയായിരിക്കും. 50 × 2 ആയിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 100 ഹെർട്സ് ആയിരിക്കും. ഇനി അത് ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിലോ, ഇത് പ്രീവിയസ് ഇയർ അല്ല, ഞാൻ ചോദിക്കുവാണ്. ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ അതിനകത്ത് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത്, അതും 50 ഹെർട്സ് തന്നെയായിരിക്കും. ഓക്കെ. ഇനി മറ്റൊരു ചോദ്യം, ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്താണ്? വീണ്ടും ഫുൾ വേവ് റെക്ടിഫയർ എന്ന് തന്നെയാണ് അവർ ചോദിച്ചേക്കുന്നത്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് ചോദിച്ചേക്കുന്നത്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിന്റെ RMS മൂല്യം ഡിവൈഡ് ബൈ റെക്ടിഫൈഡ് ഔട്ട്പുട്ടിന്റെ ശരാശരി മൂലം. അപ്പോൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RMS മൂല്യം ഡിവൈഡ് ബൈ ആവറേജ് മൂല്യമാണ്. ഓക്കെ, ഔട്ട്പുട്ടിന്റെ. അപ്പോൾ ഇവിടെ നമുക്ക് ഹാഫ് വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 1.21 ആണ്. ഹാഫ് വേവ് റെക്ടിഫയറിന്റെ 1.21 ആണ്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് RF ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 1.21, റിപ്പിൾ ഫാക്ടർ ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ 0.48 ആണ്. അതാണ് നമ്മൾ ചോദിച്ചത്. ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ്? 0.48. അപ്പോൾ ഇത്രയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇവിടെ നിന്ന് ചോദിച്ചേക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് അടുത്ത ഏരിയയിലേക്ക് പോകാം. അതായത് നമ്മൾ എന്താണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? ഓസിലേറ്റർ എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് സൈനസോയിഡൽ കളക്ടർ? സൈനസോയിഡൽ കളക്ടർ അല്ലാത്തത് ഏതാണ്? ഇതിനകത്ത് സൈനസോയിഡൽ കളക്ടർ അല്ലാത്തത് ഏതാണെന്ന ചോദ്യം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഓപ്ഷൻ ബി ഹാർട്ട്ലി ഓസിലേറ്റർ, ഓപ്ഷൻ സി കോൾപിറ്റ്സ് ഓസിലേറ്റർ, ഓപ്ഷൻ ഡി അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇവിടെ കറക്റ്റായിട്ട് സൈനസോയിഡൽ ഓസിലേറ്റർ അല്ലാത്തത് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. മൾട്ടി വൈബ്രേറ്റർ പ്രൊഡ്യൂസസ് സ്ക്വയർ വേവ്സ് നോട്ട് സൈനസോയിഡൽ സിഗ്നൽസ്. അപ്പോൾ ഈ വൈബ്രേറ്റേഴ്സ് മൾട്ടി വൈബ്രേറ്റേഴ്സ് സ്ക്വയർ വേവ്സ് ആണ് ഉണ്ടാക്കുന്നത്, സൈനസോയിഡൽ വേവ്സ് അതായത് നമ്മുടെ SI ഈ ഒരു വേവ്സ് അല്ല ഉണ്ടാക്കുന്നത്. ഓക്കെ. ബാക്കി വീൻ ബ്രിഡ്ജും ഹാർട്ട്ലി ഓസിലേറ്ററും കോൾപിറ്റ്സ് ഓസിലേറ്ററും സൈനസോയിഡൽ വേവ്സ് ആണ് ഉണ്ടാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓസിലേറ്റർ യൂസ് ആസ് എൻ RC നെറ്റ്വർക്ക് ടു പ്രൊഡ്യൂസ് ഫേസ് ഷിഫ്റ്റ്? ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന RC നെറ്റ്വർക്കായിട്ട് ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന RC നെറ്റ്വർക്കായിട്ട് ഉപയോഗിക്കുന്ന ഓസിലേറ്റർ ഏതാണ്? ഓപ്ഷൻ എ ഹാർട്ട്ലി ഓസിലേറ്റർ, ഓപ്ഷൻ ബി വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഓപ്ഷൻ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ഓപ്ഷൻ ഡി കോൾപിറ്റ്സ് ഓസിലേറ്റർ. പേര് തന്നെയുണ്ട്, ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണ് കറക്റ്റ് ആൻസർ. വിച്ച് ഓസിലേറ്റർ യൂസസ് ആസ് ആൻ RC നെറ്റ്വർക്ക് ടു പ്രൊഡ്യൂസ് ഫേസ് ഷിഫ്റ്റ്? ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന RC നെറ്റ്വർക്കായിട്ട് ഉപയോഗിക്കുന്ന ഓസിലേറ്റർ ഏതാണ്? ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അവിടെ എന്താ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് സംഭവിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രീക്വൻസി ഓഫ് എ കോൾപിറ്റ്സ് ഓസിലേറ്റർ. ഒരു കോൾപിറ്റ്സ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്താണ്? ഈസ് ഡിറ്റർമൈൻഡ് ബൈ 2 കപ്പാസിറ്റേഴ്സും 1 ഇൻഡക്ടറും വേണം. ഒരു കോൾപിറ്റ്സ് ഓസിലേറ്ററിൽ 2 കപ്പാസിറ്ററും 1 ഇൻഡക്ടറും വേണം.
the tank circuit in Colpitts consists of an inductor and a capacitive voltage divider. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓസിലേറ്ററിന് ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ട്. ഓസിലേറ്ററിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന ഒരു ടാങ്ക് സർക്യൂട്ട് ഉണ്ട്, പിന്നെ ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആ ടാങ്ക് സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടറും ഉണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡറും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൽ നിന്നാണ്. ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലിറ്റി ഈസ് ഓഫൻ മെയിൻറ്റെയിൻഡ് ബൈ. ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ഫീഡ്ബാക്ക് റെസിസ്റ്റർ, ഓപ്ഷൻ ബി വാരക്ടർ ഡയോഡ്സ്, ഓപ്ഷൻ സി തെർമിസ്റ്റേഴ്സ് ഓർ ലാംപ്സ്, ഓപ്ഷൻ ഡി ഇൻഡക്ടേഴ്സ്. അപ്പോൾ തെർമിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ലാമ്പാണ് അവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നോൺ ലീനിയർ റെസിസ്റ്റീവ് കമ്പോണൻസ് ലൈക്ക് ബൾബ് സ്റ്റെബിലൈസസ് ആംപ്ലിറ്റ്യൂഡ് ബൈ അഡ്ജസ്റ്റിംഗ് ഗെയിൻസ്. അപ്പോൾ ലാമ്പാണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കാനുള്ളത്. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് ഏരിയ ആണ്. ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് പറഞ്ഞു തരാമോ നമ്മുടെ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു ലോജിക്കൽ റിലേഷൻഷിപ്പ് തരുന്നവരാണ് ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു യുക്തിപരമായ ബന്ധം നിലനിർത്തുന്ന ഡിജിറ്റൽ സർക്യൂട്ടുകളാണ് ഗേറ്റുകൾ എന്ന് പറയുന്നത്. ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണയായി ഉപയോഗപ്പെടുന്ന ലോജിക്കൽ ഗേറ്റ് ആണ് നോട്ട്, ആൻഡ്, ഓർ, നാൻഡ്, നോർ എന്ന് പറയുന്നത് ഈ 5 എണ്ണം. ഇനി നോട്ട് ഗേറ്റിലാണെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും ഔട്ട്പുട്ട് തരുന്നത്. അതായത് നമുക്കിപ്പം ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കുവാണെങ്കിൽ, നമുക്ക് നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നതിന് ഐ എന്നും ഔട്ട്പുട്ട് കൊടുക്കുന്നതിന് എ എന്നും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇൻപുട്ട് എ എന്ന് പറയുന്ന ഒരു കോളം വരയ്ക്കാം. ഇതിപ്പോൾ എ എന്ന് പറയുന്ന കോളം, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഒരു കോളം ആണെങ്കിൽ നമുക്കിപ്പോൾ കൊടുക്കുന്ന ഇൻപുട്ട് 0 ആണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ കൊടുക്കുന്ന ഔട്ട്പുട്ട് 1 ആണെങ്കിൽ, കൊടുക്കുന്ന ഇൻപുട്ട് 1 ആണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് 0 ആണെങ്കിൽ നമുക്കതിനെ എന്ത് പറയാം? അത് നോട്ട് ഗേറ്റ് ആണെന്ന് പറയാം. നോട്ട് ഗേറ്റ്. അപ്പോൾ നോട്ട് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കൊടുക്കുന്നത്. ഇപ്പം നമുക്കിതിനെ ഇങ്ങനെ വിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ലോജിക് അടയാളം, ലോജിക് സിമ്പിൾ വരച്ചാൽ അതാണ് ഇങ്ങനെയാണ് നമ്മുടെ ലോജിക് സിമ്പിൾ വരുന്നത്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന എ എന്ന് പറയുന്നത്. ഇത് കൊടുത്തിട്ട് ഇവിടെ ഒരു വൈ കിട്ടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് എ, ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോജിക് സിമ്പിൾ എന്ന് പറയുന്നത്. നോട്ട് ഗേറ്റിൻ്റെ ലോജിക് സിമ്പിൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഗേറ്റ് എന്ന് പറയുന്നത്, നോട്ട് ഗേറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് പോകാം. രണ്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് ആൻഡ് ഗേറ്റിനെ കുറിച്ച് നോക്കാം. ആൻഡ് ഗേറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആൻഡ് ഗേറ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്കിപ്പം 2 അതിലധികമോ ഇൻപുട്ടുകളും ഒരു ഔട്ട്പുട്ടും മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിഗർ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. 2 അതിലധികമോ ഇൻപുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് 2 ഇൻപുട്ട് ഇവിടെ കൊടുത്തു. ഇതാണ് 2 ഇൻപുട്ട് എന്ന് പറയുന്നത്. പക്ഷേ കിട്ടുന്ന എന്തായിരിക്കും? ഒരു ഔട്ട്പുട്ട് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇതാണ് നമ്മുടെ ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻഡ് ഗേറ്റിൻ്റെ നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കുവാണെങ്കിൽ ഇത് എയും ബിയും ഇത് വൈയും ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ മൊത്തം 3 കോളം ഉണ്ടായിരിക്കും. അപ്പോൾ ആ 3 കോളത്തിനും ഇത് നമുക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് എ ഉണ്ട്, ബി ഉണ്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ഉണ്ട്. ഓക്കെ, ഇത് എ, ഇത് ബി, ഇത് വൈ, ഇത് ഇൻപുട്ട്, ഇത് ഔട്ട്പുട്ട്. നമ്മൾ കൊടുക്കുന്ന ആൻഡ് ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എയും ബിയും 0 ആണെങ്കിൽ വൈയും 0 ആയിരിക്കും. ഇനി എ 0യും ബി 1ഉം ആണെങ്കിൽ വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി എ 1ഉം ബി 0 ആണെങ്കിലും വൈ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷെ അതേസമയം എയും 1 ബിയും 1 ആണെങ്കിൽ വൈയും 1 ആയിരിക്കും. അതായത് നമ്മൾ ആൻഡ് എന്ന് പറയുമ്പോൾ അതും ശരിയാവണം ഇതും ശരിയാവണം അല്ലേ. രാമൻ ആൻഡ് സീത അവർ രണ്ടുപേരും ഒരുമിച്ചാണ്. അപ്പോൾ 0 0 ആണെങ്കിൽ 0, 0 1 ആണെങ്കിലും 0, 1ഉം 0 ആണെങ്കിൽ 0, 1 1 ആണെങ്കിൽ 1. അപ്പോൾ രണ്ടും ഒരേപോലത്തെ ഇൻപുട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടും അതേ ലെവലിൽ കിട്ടത്തുള്ളൂ. ഒരു ഇൻപുട്ട് ചെറുതും മറ്റേ ഇൻപുട്ട് വലുതുമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ചെറുതായിരിക്കും. ഓക്കെ, അതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ ലോജിക് സിമ്പിൾ ഇങ്ങനെയായിരിക്കും വരിക. ഇനിയുള്ളത് നമ്മുടെ ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ ലോജിക് സിമ്പിൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഓർ ഗേറ്റിൻ്റെ ലോജിക് സിമ്പിൾ വരുന്നത്. ഇതാണ് ഓർ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ മതി. ഓർ ഒന്നതോ അല്ലെങ്കിൽ ഇതോ. അപ്പോൾ ഈ ഇതിനകത്ത് 2 ഇൻപുട്ട് ഉണ്ട്, ഒരു ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ. ഓറിനകത്തും 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ. ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ ഇത് എയും ഇത് ബിയും ഇത് വൈയും ആണെങ്കിൽ ഇപ്പം എ ഓർ ബി അപ്പോൾ ഇത് രണ്ടും 0 ആണെങ്കിൽ വൈയും 0 ആയിരിക്കും. എ ഓർ ബി അപ്പോൾ എ ബി 1 ആണെങ്കിൽ ഇത് 1 ആവും. എ ഓർ ബി എ 0യും ബി 1ഉം ആകുമ്പോൾ വൈ 1 ആവും. എ 1ഉം ബി 0 ആകുമ്പോഴും വൈ 1 ആവും.
A1ഉം B1 ആവുമ്പോഴും Y1 ആവും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ OR ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. ദിസ് ഈസ് ടു ട്രൂത്ത് ടേബിൾ ഫോർ OR ഗേറ്റ്. അപ്പം നോട്ട് ഗേറ്റും ആൻഡ് ഗേറ്റും OR ഗേറ്റും ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാൻഡ് ഗേറ്റ് എന്ന് പറയുമ്പം നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് നോർ ഗേറ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗേറ്റുകളാണ്. നാൻഡ് നോർ ഗേറ്റുകളെ യൂണിവേഴ്സൽ ഗേറ്റുകൾ അറിയപ്പെടുന്നു. കാരണം ഇവ ഉപയോഗിച്ച് മറ്റ് ഗേറ്റുകളെ എല്ലാം കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ നാൻഡ് കേസിലാണെങ്കിൽ നമ്മൾ എന്താണോ ആൻഡ് ഗേറ്റിന് പഠിച്ചത് ആ ആൻഡ് ഗേറ്റിന് ഔട്ട്പുട്ട് നോട്ട് ഗേറ്റിൻ്റെ ഇൻപുട്ടുമായി യോജിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നാൻഡ് ഗേറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കാം. എയും ബിയും വൈയും ഉണ്ട്. ഓക്കെ, ആദ്യം ഞാൻ ആൻഡിൻ്റെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് എന്ന് പറയുമ്പം രണ്ടും ഹൈ ഇൻപുട്ട് ആണെങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂ ഹൈ കിട്ടത്തുള്ളൂ. അപ്പം നമുക്കിവിടെ നോക്കിക്കേ, ഇത് 0യും ഇത് 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോ ഇൻപുട്ട് കിട്ടും. ഇത് 1ഉം ഇത് 0 ആണെങ്കിൽ നമുക്ക് ലോ ഇൻപുട്ട് കിട്ടും. ഇത് 0യും ഇത് 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോ ഇൻപുട്ട് കിട്ടും. പക്ഷെ രണ്ടും ഹൈ ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് ഹൈ ഇൻപുട്ട് കിട്ടും. ഇത് 0 അല്ല, ഇത് 1 ആണ്, ഹൈ ഇൻപുട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എന്ത് ആഡ് ചെയ്യാൻ പോവാണ്? നോട്ട് ഗേറ്റ് ആഡ് ചെയ്യാൻ പോവാം. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഏതാണോ അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? 1 1 1 0 വരും. അപ്പോൾ ഇതാണ് എനിക്ക് നമ്മുടെ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ നാൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. എയും ബിയും, അതായത് കൊടുക്കുന്ന രണ്ട് ഇൻപുട്ട് നമ്മൾ കൊടുക്കുമല്ലോ, ആ ഇൻപുട്ടിന് എന്താണോ ആൻഡ് വഴി കിട്ടുന്നത് അതിനെ വീണ്ടും നമ്മൾ നോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അപ്പോൾ നാൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ നോർ ഗേറ്റ് എന്ന് പറയുന്നത്. നോർ ഗേറ്റ് എന്ന് പറയുമ്പം നമ്മൾ രണ്ട് ഇൻപുട്ട് കൊടുക്കുമല്ലോ, അതിലേക്ക് ആദ്യം നമ്മൾ ഓറിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ആ ഓറിനെ വീണ്ടും നമ്മൾ നോട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് നോർ ഗേറ്റ് കിട്ടുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഏതായിരിക്കും? ലോ ആയിരിക്കും. കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒന്ന് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതും ഹൈ ആയിരിക്കും. അപ്പോൾ 0 1 1 1 0 1 അഗെയിൻ നമ്മൾ കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ കിട്ടുന്നതും ഹൈ ഔട്ട്പുട്ട് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ 0 ആണെങ്കിൽ 1 0 0 0 ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ വരുന്ന ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ നോർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പം ഇവിടെ നമുക്ക് ഇൻപുട്ടിൻ്റെ സ്ഥാനത്ത് എ ബി നമ്മുടെ ഇൻപുട്ട് വാല്യൂസ് ആണ് നമ്മൾ ഈ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് വാല്യൂ എന്ത് വരും? ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂ വരുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ ഒരെണ്ണം ഇതാണ്. ഒരു ലോജിക് ഗേറ്റിലേക്കുള്ള രണ്ട് ഇൻപുട്ടും ഹൈ ആയാൽ ഔട്ട്പുട്ട് ലോ ആകുന്ന ഗേറ്റ് ഏതാണ്? ഓപ്ഷൻ ഏതായിരിക്കും? നാൻഡ് ഗേറ്റ് ആയിരിക്കും ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരുന്നത്. അത് കൊടുക്കുന്ന രണ്ട് ഇൻപുട്ടും ഹൈ ആണ്. ലോജിക് ഗേറ്റിലേക്ക് നമ്മൾ രണ്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ രണ്ട് ഇൻപുട്ടും ഹൈ ആണ്, പക്ഷേ കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? ലോ ആണ്. അങ്ങനെയാണെങ്കിൽ അത് നാൻഡ് ഗേറ്റ് ആയിരിക്കും. ഇനി മറ്റൊരു ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ്? യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് നോർ ഗേറ്റും നാൻഡ് ഗേറ്റും യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. പക്ഷേ ആ ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആൻഡ്, ഓപ്ഷൻ ബി ഓർ, ഓപ്ഷൻ സി നോർ, ഓപ്ഷൻ ഡി നോട്ട് എന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നോക്കാനുള്ളത്. അപ്പോൾ അറിയാമല്ലോ, നാളെ നമ്മുടെ HSA ഫിസിക്കൽ സയൻസിൻ്റെ എക്സാമിനേഷനാണ്. അപ്പോൾ അവസാന ഘട്ടമാണല്ലേ. ഇപ്പോൾ പഠിച്ചത് മതിയെന്നോ കുറവായെന്നോ ഇനി കരുതാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനില്ല. ഓക്കെ, അപ്പോൾ ഇനി വിശ്വാസമാണ് പ്രധാനപ്പെട്ടത്. പരീക്ഷയിലേക്ക് ആത്മവിശ്വാസത്തോടെ ഇറങ്ങുക, നിങ്ങൾക്ക് കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാ വിജയാശംസകളും, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ വിജയാശംസകളും നേരുന്നു. അപ്പോൾ എല്ലാം നല്ലതാവട്ടെ. സക്സസ് ഈസ് യുവേഴ്സ്. ഓൾ ദി ബെസ്റ്റ് ഫ്രം മൈ സൈഡ്. ഓക്കെ, സീ യു ഇൻ അനദർ വീഡിയോ ഇൻ സം ടൈം.